ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ വേണ്ടല്ലോ. ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും ബഹുമാനപ്പെട്ട നമ്മളുടെ അച്ഛൻ, ഏറ്റവും ആദരണീയരായിട്ടുള്ള ഡോക്ടേഴ്സ്, സുലേഖ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, പിന്നെ ഇതിന്റെ സംഘാടകരായിട്ടുള്ള നമ്മളുടെ യൂത്ത് അസോസിയേഷൻ ഭാരവാഹികൾ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അംഗങ്ങളും, നമ്മൾ ഇപ്പൊ ഈ വളരെ പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടിയാണെങ്കിൽ പോലും ഇതുപോലെ ഒരു ഒത്തൊരുമിക്കാനായിട്ട് സാധിച്ചതിൽ ആദ്യം തന്നെ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുലേഖ ഹോസ്പിറ്റൽ ഷാർജയായിട്ട് നമ്മൾ ഇത് രണ്ടാമത്തെ തവണയാണ് ഇതുപോലുള്ള ഒരു മെഡിക്കൽ അവയർനെസ് സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മെയ്യില് അതുപോലുള്ള ഒരു സെഷൻ അറേഞ്ച് ചെയ്തിരുന്നു. ഒരു COVID-19 അവയർനെസ് പ്ലസ് സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ. അത് വളരെയധികം പ്രയോജനകരമായ രീതിയിലാണ് എല്ലാവരും അതിന്റെ ഒരു ഫീഡ്ബാക്ക് തന്നത്. ഇതിപ്പോ രണ്ടാമത്തെ സെഷനാണ്. സുലേഖ ഹോസ്പിറ്റൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെയധികം ശ്ലാഘനീയമാണ്. അത് നമുക്കിവിടെ ഒത്തിരി വേറെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളായിട്ട് കൺസൾട്ട് ചെയ്ത് അവർ തന്നെ, ഞാൻ അത് ചർച്ചിന്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്ത് അതിനുശേഷം അതിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള വ്യക്തി തന്നെ 1-2 വർഷം എന്നെ പിന്നീട് കോൺടാക്ട് ചെയ്തായിരുന്നു. ഇതുപോലുള്ള സെഷൻസ് നമ്മളുടെ അംഗങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുള്ളൂ എന്നുള്ള രീതിയിൽ അറിയിക്കുകയുണ്ടായി. അപ്പൊ യൂത്ത് അസോസിയേഷൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ സമയത്ത് യൂത്ത് അസോസിയേഷൻ അവിടെ കോൺടാക്ട് കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഇത് ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന, ഈ രാജ്യത്തെ ഹോസ്പിറ്റൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സുലേഖ ഹോസ്പിറ്റൽ ഷാർജ, അവര് ഈ ഒരു സമയത്ത്, ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന രീതിയിൽ സൊസൈറ്റിക്ക് ഏറ്റവും ഇത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തു വരുന്നത്. അത് എത്രയും അഭിനന്ദനാർഹമാണ്. അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഈ സുലേഖ ഹോസ്പിറ്റൽ ഷാർജയുടെ അതിന്റെ മാനേജ്മെന്റിനും അതിന് സൗമനസ്യത്തോടുകൂടി വരുന്ന അതിന്റെ ഡോക്ടേഴ്സിനും, നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം വളരെ ഒരു സങ്കീർണമായ ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും പലരും തന്നെ വീടുകളിൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സാഹചര്യം ഒത്തിരി റിലാക്സ്ഡ് ആയിട്ടുണ്ട് എന്നാൽ തന്നെയാണെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഒരുപാട് രോഗികളുമായിട്ട് മാനേജ് ചെയ്യുന്നത് വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സും നമ്മളുടെ പള്ളിയിൽ തന്നെയുണ്ട്, നഴ്സുമാരും എല്ലാവരും തന്നെ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് പോലും അവരുടെ ആ ഒരു പേഷ്യൻസ് ആയിട്ടുള്ള ഒരു ലൈഫിനോട് കൂടെ തന്നെ ഇതുപോലെയുള്ള സമൂഹത്തിനുള്ള ഒരു അവയർനെസ് നടത്തുവാനായിട്ട് കാണിക്കുന്ന മനസ്സെല്ലാം വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ സെഷനിൽ വന്നിരിക്കുന്ന ഡോക്ടർ ജയചന്ദ്രൻ കാർഡിയോളജിസ്റ്റ്, അതുപോലെ ഡോക്ടർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും അവരെ എല്ലാവരുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഇതിൽ നമ്മളോട് കൂടെ കുറച്ച് സമയമെങ്കിലും ഇതിന്റെ ഒരു അവയർനെസ്സിന് വേണ്ടി ചെലവഴിക്കാനായിട്ട് വന്നതിൽ അവരോട് നന്ദിയും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് സൊസൈറ്റി നല്ല രീതിയിൽ നടക്കുന്ന രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അതിനോട് നമ്മളുടെ യൂത്ത് അസോസിയേഷൻ പള്ളിയിലെ ഒരു ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു സംഘടനയാണ് പള്ളിയിലെ യുവജന പ്രസ്ഥാനം എന്ന് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പൊതുവെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇതിൽ പള്ളിയുടെ ക്രൈസിസ് മാനേജ്മെന്റ് വളരെയധികം യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാലോ അല്ലേ? ഓക്കെ. അപ്പോൾ യൂത്തിന്റെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവര് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പള്ളിയോട് കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വിഷമതകളും കഷ്ടതകളും അനുഭവിക്കുന്ന എല്ലാവരെയും കണ്ടിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സംവിധാനങ്ങളടക്കമുള്ള സഹായങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്തു എന്നത്
വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. നമുക്ക് ഒരിക്കലും അത് വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അവരുടെ പ്രവർത്തനങ്ങളും കർത്താവിൽ പ്രത്യാശകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ എല്ലാ സപ്പോർട്ടും ഇതില് യൂത്തിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ഫാദർ എൽദോ സച്ചിനെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എത്രയും ആദരണീയരായിരിക്കുന്ന ഡോക്ടേഴ്സ്, ഡോക്ടർ ജയചന്ദ്രൻ സാർ, ഡോക്ടർ മറീന ജോസഫ്, ഒപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ സീനിയർ മെമ്പറായിരിക്കുന്ന ഷെവലിയാർമാരുണ്ട്, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, നമ്മുടെ യൂത്ത് അസോസിയേഷന്റെയും ഇടവകയിലെയും എല്ലാം പ്രിയപ്പെട്ടവരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ദൈവാലയങ്ങളിൽ നിന്നും മറ്റുള്ള ദേശങ്ങളിൽ നിന്നും നമ്മുടെ ഇന്നത്തെ ഈ വെബിനാറിലേക്ക് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുയോജ്യമായ സമയത്ത് അനുഗ്രഹകരമായ ഒരു കൂടിവരലാണ് ഇത്. പ്രിയപ്പെട്ട സെക്രട്ടറിയിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രമിച്ചു. ദൈവാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ സെക്രട്ടറി ഇത്തരണത്തിലൂടെ നമ്മുടെ മുമ്പാകെ വിവരിച്ചു പറഞ്ഞു. കൂടുതലായിട്ട് സമയമെടുക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതിന്റെ ദൗത്യം തന്നെ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക, രോഗികളെ സ്വസ്ഥരാക്കുക, ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു കൊറോണ പ്രതിസന്ധിയുടെ കാലഘട്ടത്തില് ഷാർജ സുലേഖ ഹോസ്പിറ്റല് രണ്ടാമത്തെ പ്രാവശ്യമാണിപ്പോൾ നമ്മുടെ ഈ ദൈവാലയവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തികൾക്കും ആവശ്യമായ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകാൽ ഈ ഒരു സാഹചര്യത്തില് കൊറോണ നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം, ഈ 4, 5, 6 പേര് യുവാക്കളായിരിക്കുന്നവര് കാർഡിയാക് അറസ്റ്റ് വന്ന് പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. നമ്മുടെ ഇടവകയിലും പ്രിയപ്പെട്ട ഒരു സഹോദരൻ കാർഡിയാക് അറസ്റ്റ് വന്ന് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുവാനും ഏതെല്ലാം രീതിയിൽ നമ്മളത് ചെയ്യണമെന്നും നമുക്ക് വേണ്ടതായ നിർദ്ദേശങ്ങൾ നൽകുവാൻ തക്കവണ്ണം ഈ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ജയചന്ദ്രൻ സാറിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എടുക്കേണ്ടതായ പ്രിക്കോഷനായ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തും. അപ്പൊ ഈ ഒരു സാഹചര്യം നമുക്ക് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുമ്പോൾ അതൊരു ദൈവിക കരുണയാണ്. ക്രിസ്തുവിന്റെ ചുറ്റും ഒത്തിരി ആളുകൾ ഓടിക്കൂടിയിരുന്നു. അവർക്ക് പല വിധത്തിലുള്ളതായ ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ നമുക്കറിയാം, നാനാ ദേശത്തു നിന്നും ഒത്തിരി ആളുകൾ ഇതിലേക്ക് കൂടി വരികയാണ്. അവർ ചെയ്യുന്നതായ ഡോക്ടർമാർ ഏറ്റവും അവസാനം പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ ഇവർക്ക് ദൈവം നൽകിയിരിക്കുന്നതായ കഴിവുകൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സാമൂഹിക സേവനം ഇവിടെ വെളിപ്പെട്ടു വരുന്നത്. ഇവരുടെ നല്ല ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ പ്രാർത്ഥന മംഗളങ്ങൾ നേർന്നുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും പേരില് ഈ കൂട്ടായ്മ സ്നേഹത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമുക്ക് കാർഡിയോളജി കെയർ സെക്ഷൻ എടുക്കാൻ വേണ്ടി ഡോക്ടർ ജയചന്ദ്രനെ ക്ഷണിക്കുന്നു. ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ ഡോക്ടർ ജയചന്ദ്രൻ, കാർഡിയോളജിസ്റ്റ്, സുലേഖ ഹോസ്പിറ്റൽ, ഷാർജ. ഞാൻ കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് പലതരം ഹാർട്ട് ഡിസീസസിൽ ഒന്ന് മാത്രമാണ്. പക്ഷെ സാധാരണയായി നമ്മൾ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിൽ ബ്ലോക്ക്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഈ കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ചാണ്. അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത്, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അതുണ്ടോ എന്നറിയാൻ എന്ത് ചെയ്യണം, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്.
ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്, കൂടുതൽ ടൈം നമുക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഹാർട്ട് ഒരു പമ്പിങ് ഒരു ഓർഗനാണ്. ഹാർട്ടിന്റെ പമ്പിങ് മസിൽസിലോട്ട് ബ്ലഡ് വെസൽസ് ആണ് കൊറോണറി ആർട്ടറീസ്. ഇവിടെ നിങ്ങൾക്ക് 3 കൊറോണറി ആർട്ടറീസ് കാണാം. ഇത് ഹാർട്ടിന്റെ സർഫസിൽ കൂടെ പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് കൊറോണറി ആർട്ടറീസ്. ഈ ബ്ലഡ് വെസൽസിലൂടെയാണ് ഹാർട്ടിന്റെ മസിൽസിന് ബ്ലഡ് എത്തുന്നത്. ഈ കൊറോണറി ആർട്ടറിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, സാധാരണ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്താണ് ബ്ലോക്ക് വരുന്നത്. ഇപ്പൊ ഈ കൊറോണറി ആർട്ടറിക്കകത്ത് ഇവിടെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്തു. ഈ കൊറോണറി ആർട്ടറിക്കകത്തൂടെ രക്തം ഒഴുകുന്നതിന് തടസ്സം വന്നാൽ ഈ ധമനി ഹാർട്ടിന്റെ ഭാഗത്തേക്കാണോ രക്തം കൊടുക്കുന്നത്, ആ ഭാഗത്ത് രക്തം കിട്ടാതെ വരികയും അപ്പൊ ഹാർട്ടിന്റെ മൊത്തത്തിലുള്ള പമ്പിങ് എബിലിറ്റി കുറഞ്ഞു വരികയും ചെയ്യും. ഇതാണ് കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറിയിൽ ഉണ്ടാകുന്ന ഡിസീസ് കൊറോണറി ആർട്ടറി ഡിസീസ്. ഇത് ഹാർട്ടിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. ഹാർട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പമ്പാണെന്നുള്ളത്. ഇത് അതിന്റെ ചേംബേഴ്സ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ കൊറോണറി ആർട്ടറി ബ്ലോക്ക് വന്നാൽ ഹാർട്ടിന്റെ പമ്പിങ് എബിലിറ്റി കുറയും. ഈ കൊറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് ബ്രോഡായിട്ടും 2 രീതിയിൽ ബ്ലോക്ക്. അത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ ആണ്. ഒന്ന് അഞ്ചൈന, മറ്റേത് ഹാർട്ട് അറ്റാക്ക്. ഇത് രണ്ടും 2 ഡിഫറെന്റ് കണ്ടീഷൻ. അഞ്ചൈന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊറോണറി ആർട്ടറി ബ്ലോക്ക്, ഒരു 80% ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു 90% ബ്ലോക്ക്. ഈ പേഷ്യന്റിന് അഞ്ചൈനയുണ്ട്. ഈ കൊറോണറി ആർട്ടറിയിൽ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു 80% ബ്ലോക്ക് ആണ്. കുറച്ച് ബ്ലഡ് ഒഴുകുന്നുണ്ട്, 20% അപ്പുറത്തുണ്ട്, അതിനകത്തൂടെ ബ്ലഡ് പോകുന്നുണ്ട്. ഇതാണ് അഞ്ചൈന. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കുറച്ച് ബ്ലഡ് ഫ്ലോ ഉള്ളത് കൊണ്ട് ഒരാൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഹാർട്ടിന് ഈ 20% ബ്ലഡ് മതി. അപ്പൊ വെറുതെ ഇരിക്കുന്ന ടൈമിൽ, ഒന്നും ചെയ്യാതിരിക്കുന്ന ടൈമിൽ ഈ ബ്ലഡ് മതി എന്നുള്ളത് കൊണ്ട് ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ സ്പീഡിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ ആ സമയത്ത് ഹാർട്ട് വളരെ സ്പീഡിലും വളരെ ശക്തിയായിട്ടും ഇടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത്രയും എഫർട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ഹാർട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇടിക്കണം. അന്നേരം ഈ 20% ബ്ലഡ് ഫ്ലോ മതിയാവാതെ വരും. അപ്പോ അഞ്ചൈന ഉള്ള ആൾക്ക്, അതായത് ഒരു ഫിക്സഡ് ബ്ലോക്ക് ഉള്ള ഒരാൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ സ്പീഡിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ നെഞ്ചിൽ ഒരു ഭാരം പോലെ അല്ലെങ്കിൽ ഒരു ശ്വാസം പോലെ. ഇതാണ് ഈ കണ്ടീഷനിൽ ഇപ്പൊ ഒരാൾ വരികയാണ്, എനിക്ക് നടക്കുമ്പോൾ നെഞ്ചിലൊരു ഭാരം തോന്നുന്നു അല്ലെങ്കിൽ നടക്കുമ്പോൾ കിതപ്പ് തോന്നുന്നു, നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ സിറ്റുവേഷനിൽ നമ്മൾ ECG എടുത്താൽ നോർമലായിരിക്കും. കാരണം ECG എടുക്കുന്ന ഒരാൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ECG എടുക്കുന്നത്. ഇത് നോർമലായിരിക്കും. ഈ സിറ്റുവേഷനിൽ നമ്മൾ സ്പീഡിൽ നടന്നുകൊണ്ട് ECG എടുത്താൽ, സ്പീഡിൽ നടക്കുമ്പോൾ ഹാർട്ടിന് ആ ബ്ലഡിന്റെ അഭാവം ഫീൽ ചെയ്യും. അപ്പൊ നടന്നുകൊണ്ട് ECG എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഡയഗ്നോസിസ്. അതിനാണ് ഈ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരാള് ട്രെഡ്മില്ലിൽ സ്പീഡിൽ നടക്കുന്നു, അപ്പൊ ECG റെക്കോർഡ് ചെയ്യും. ട്രെഡ്മില്ലിൽ അബ്നോർമാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് ഹാർട്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സാധാരണ കൊറോണറി ആൻജിയോഗ്രാം എന്ന ടെസ്റ്റ് ചെയ്യുന്നു. കയ്യിലൂടെ ഒരു ട്യൂബ് ഇടുന്നു. ഇത് കൈക്കകത്തൂടെ പോയി കൊറോണറി ആർട്ടറിക്കകത്ത് കയറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഇത് കൊറോണറി ആർട്ടറിക്കകത്തോട്ട് കയറ്റി വെക്കുന്നു. എന്നിട്ട് ട്യൂബിനകത്തൂടെ നമ്മൾ അയഡിൻ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇത് ട്യൂബാണ്, ഇത് കൊറോണറി ആർട്ടറിയാണ്. അയഡിൻ ഡൈ റേഡിയോ ഒപ്പേക്ക് ആയതുകൊണ്ട് എക്സ്റേ എടുക്കുമ്പോൾ അത് നല്ലതുപോലെ നമുക്ക് ആ കൊറോണറി ആർട്ടറിയുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും. ഈ കേസിൽ ഇത് നമ്മൾ കൈക്കൂടിട്ട ട്യൂബ്, ഇത് കൊറോണറി ആർട്ടറി, ഒരു ടൈറ്റ് നാരോയിങ് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ നാരോയിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ട്യൂബിനകത്ത് നമ്മളൊരു വയർ ഇട്ട് ആ വയർ കൊറോണറി ആർട്ടറിക്കകത്തൂടെ പോകുന്നു. ഈ വയറിന്റെ പുറത്തൂടെ ഒരു ബലൂൺ കയറ്റി വെക്കുന്നു. ഈ ബലൂണിന്റെ പുറത്തൊരു മെറ്റൽ ട്യൂബ് ഉണ്ട്. ഇതിനെ നമ്മൾ സ്റ്റെന്റ് എന്ന് പറയും. അത് ആക്ച്വലി ഒരു സീവ് പോലെ ഉള്ള ഒരു ട്യൂബാണ്.
അത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നു, ഈ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ മെറ്റൽ ട്യൂബ് വികസിക്കുന്നു, ബ്ലോക്ക് മാറുന്നു, ബലൂൺ ഡീഫ്ലേറ്റ് ചെയ്ത് നമ്മൾ മാറ്റുന്നു, ആ ട്യൂബ് അവിടെ എക്കാലത്തേക്ക് ഇരിക്കുന്നു, ബ്ലഡ് ഫ്ലോ റീസ്റ്റോർഡ് ആയി. ഇതിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നേരത്തെ ടെസ്റ്റ് ചെയ്യുന്നതിന് ആൻജിയോഗ്രാഫി എന്ന് പറയും, ബ്ലോക്ക് മാറ്റുന്നതിന് ആൻജിയോ. ഈ കേസിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നത് നമ്മൾ ട്യൂബ് ഇട്ടു മാറ്റി ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്തു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കൊറോണറി ആർട്ടറി അടയുന്നു. ഇത് യൂഷ്വലി സംഭവിക്കുന്നത് കൊറോണറി ആർട്ടറിയിൽ ഒരു കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ഇത് സഡൻലി ഈ കൊളസ്ട്രോൾ സർഫസ് റപ്ചർ ചെയ്തിട്ട് ഇതിന്റെ പുറത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന, അതായത് ബ്ലഡ് കട്ട പിടിക്കുന്നത് വളരെ പെട്ടെന്ന് വരുന്ന ഒരു സംഗതിയാണ്. ഒരു 5-10 മിനിറ്റ്സിൽ വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ പെട്ടെന്ന് ഈ ബ്ലഡ് വെസൽ അടയുന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു സഡൻലി ഡെവലപ്പിംഗ് ബ്ലോക്ക് ആണ് ഹാർട്ട്. യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്ക് പെട്ടെന്ന് നെഞ്ചിൽ ഈ സ്ഥലത്ത് നടുക്കോ അല്ലെങ്കിൽ കുറച്ച് ലെഫ്റ്റ് സൈഡിലോ ചിലപ്പോൾ റൈറ്റ് സൈഡിലോ ആയി പെട്ടെന്ന് എന്തോ ഒരു തടഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതൊരു വെയിറ്റ് വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഭാരം പോലെ സാധാരണ സംഭവിക്കുന്നത്. ചിലപ്പോൾ അത് സിവിയർ പെയിൻ ആകാം, ഇല്ലെങ്കിൽ വേദനയില്ല പക്ഷെ എവിടെ എന്തോ ഇരിക്കുന്നു എന്നുള്ളത്. നെഞ്ചിൽ വരാം, ഇല്ലെങ്കിൽ തോളുകളിൽ വരാം, കഴുത്തിലോട്ട് വരാം, പിന്നെ ഇടത്തെ കൈയിലോ വലത്തെ കൈയിലോ വരാം. ചിലപ്പോ വയറിന്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഈ ബുദ്ധിമുട്ട്. ചിലപ്പോ ഈ ബുദ്ധിമുട്ടിന്റെ കൂടെ തന്നെ ഛർദ്ദിക്കാനുള്ള ഒരു തോന്നല്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിയർക്കുക, തലചുറ്റുക, അങ്ങനെ പല സിംറ്റംസും വരാം. അപ്പൊ പെട്ടെന്ന് ഉള്ള നെഞ്ചിലുള്ള ഒരു അസ്വസ്ഥത, അതാണ് ഹാർട്ട് അറ്റാക്കിന്റെ സാധാരണ ലക്ഷണം. അപ്പോ പെട്ടെന്ന് നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ്. കാരണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഈ ബ്ലഡ് വെസൽ ബ്ലോക്ക് ആകുക. അന്നേരം ഏകദേശം ഒരു 1 in 3, 1 in 4 ആളുകളിൽ, ഏകദേശം 3-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ 4-ൽ ഒരാൾക്ക് ഈ ബ്ലഡ് വെസൽ പെട്ടെന്ന് അടയുമ്പോൾ ഹാർട്ട് സഡൻ ആയിട്ട് അങ്ങ് നിന്നു. ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ആ പേഷ്യന്റിന് ആരെങ്കിലും കാർഡിയാക് മസാജ്, ചെസ്റ്റ് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്ത് ആംബുലൻസ് വിളിച്ച് ആംബുലൻസുകാര് ഷോക്ക് കൊടുക്കാനുള്ള മെഷീൻ വീട്ടിനകത്തോട്ട് കൊണ്ടുവന്ന് ഷോക്ക് കൊടുത്ത് ആ സമയം വരെ കാർഡിയാക് മസാജ് കണ്ടിന്യൂ ചെയ്യണം. ഷോക്ക് കൊടുത്ത് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെത്ത് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ചെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അടുത്തുള്ള മെഡിക്കൽ സെന്ററിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഹോസ്പിറ്റലിൽ വന്നാൽ ഇസിജി സിറ്റുവേഷനിൽ അത് നമുക്ക് ഡയഗ്നോസ്റ്റിക് ആണ്, നമുക്ക് അറിയാൻ പറ്റും. ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. നോർമൽ അല്ല. ഒരേപോലെ പോവും. A1, A2, A3, B1, B2, B3 ഉണ്ടോ? ഡോക്ടർ ഇച്ചിരി കൂടെ ലൗഡർ ആക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇസിജിയില് ഈ വേരിയേഷൻ കാണുന്നത് മിക്കവാറും കേസിൽ ഡയഗ്നോസ്റ്റിക് ആണ്. ഇസിജിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രോപ്പോണിൻ ടി എന്ന് പറയുന്ന ഈ ബ്ലഡ് ടെസ്റ്റ് ഇത് നോക്കും. ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇതിൽ ഈ പേഷ്യന്റിന് <14 നോർമൽ, പേഷ്യന്റിന് 79. ഇത് ഹാർട്ട് അറ്റാക്കിന് ഡയഗ്നോസ്റ്റിക് ആണ്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ്ഡ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് പേഷ്യന്റിനെ കാത്ത് ലാബിലോട്ട് എടുക്കുന്നു, ആൻജിയോഗ്രഫി ചെയ്യുന്നു. ഇപ്പൊ ഈ കേസിൽ ആൻജിയോഗ്രഫിയിൽ നമ്മൾ ആ ബ്ലഡ് വെസൽ ടോട്ടലി ബ്ലോക്ക്ഡ് ആണെന്ന് മനസ്സിലാക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് വെസല് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഹാർട്ട് അറ്റാക്കിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോൾ അതാണ് കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ഒരു സമ്മറി. അഞ്ചൈന എന്ന് പറയുന്ന ഫിക്സഡ് ബ്ലോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സഡൻ ബ്ലോക്ക്. അഞ്ചൈനയുടെ ലക്ഷണം നടക്കുമ്പോൾ നെഞ്ചിൽ ഭാരം അല്ലെങ്കിൽ കിതപ്പ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സഡൻലി സിവിയർ ചെസ്റ്റ് ഡിസ്കംഫോർട്ട്. ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട 5 റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നത്. അത് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ്, ഹൈ കൊളസ്ട്രോൾ, ഫാമിലി ഹിസ്റ്ററി ഓഫ് കൊറോണറി ഡിസീസ്, സ്മോക്കിംഗ്. ഇത് 5 മെയിൻ റിസ്ക് ഫാക്ടേഴ്സ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഹൈ ബ്ലഡ് പ്രഷർ.
ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഒഴുകുന്നത് ബ്ലഡ് വെസൽസിനകത്തൂടെയാണ്. ഇതിൽ ആർട്ടറീസ് എന്ന് പറയുന്ന ബ്ലഡ് വെസൽസ് ആണ് ഹാർട്ടിൽ നിന്ന് എല്ലാ ഓർഗൻസിലോട്ടും ബ്ലഡ് കൊണ്ടുപോകുന്നത്. ഈ ആർട്ടറിക്കകത്ത് ബ്ലഡ് ആ ആർട്ടീരിയൽ വോളിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ബ്ലഡ് പ്രഷർ. ബോഡിയിലെ എല്ലാ ഓർഗൻസിനും ബ്ലഡ് വേണം. അപ്പൊ എല്ലാ ഓർഗൻസിലും ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പൊ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അത് എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യും. മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിൻ, ഹാർട്ട്, ഐസ്, കിഡ്നീസ്. ഈ 4 ഓർഗൻസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാക്കാം, ബ്ലീഡ് ഉണ്ടാക്കാം. ഐസിൽ ബ്ലൈൻഡ്നസ് ഉണ്ടാക്കാം. റെറ്റിനൽ വെസൽസ്, ഈ വളരെ തിൻ വെസൽസ് ആണ് റെറ്റിനൽ, അത് റപ്ചർ ചെയ്യും ഹൈ ബ്ലഡ് പ്രഷറിൽ, ബ്ലൈൻഡ്നസ് ഉണ്ടാക്കാം. ഹാർട്ടിൽ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ ഇതൊക്കെ ഉണ്ടാക്കാം. കിഡ്നിയിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കാം. കിഡ്നിയിൽ ബ്ലഡും യൂറിനും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറൈൻ ഉണ്ട്, അത് ഡാമേജ്ഡ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടാക്കും. നമ്മൾ ബ്ലഡ് പ്രഷർ പലപ്പോഴും അണ്ടർ ട്രീറ്റഡ് ആണ്. കാരണം നമ്മൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യം BP നോക്കണം. അഡൽട്ട്ഹുഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരിക്കൽ BP നോക്കണം. BP നോക്കി BP എബോവ് നോർമൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്ത് നോർമൽ ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യണം. BPന്റെ കട്ട് ഓഫ് 130/80 ആണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഹോസ്പിറ്റൽ BP റെക്കോർഡ്സ് പലപ്പോഴും ഇന്നക്യുറേറ്റ് ആയിരിക്കും. കാരണം ഒരാൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് BP എടുക്കുമ്പോൾ പലപ്പോഴും ഹയർ വാല്യൂസ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ പ്രിഫറബിൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു ഇലക്ട്രോണിക് BP അപ്പാരറ്റസ് വെച്ച് BP ചാർട്ട് ചെയ്തിട്ട് ആ ചാർട്ട് ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇതാണ് BPയുടെ ഒരു ചാർട്ട്. നമ്മൾ ഡേറ്റും ടൈമും എഴുതുന്നു. നമ്മൾ അടുപ്പിച്ച് ഒരാഴ്ച രാവിലെ 2 പ്രാവശ്യം, വൈകുന്നേരം 2 പ്രാവശ്യം അങ്ങനെ BP മോണിറ്റർ ചെയ്യുന്നു. മോണിറ്റർ ചെയ്യുന്നതിന് മുമ്പ് ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുത്തിട്ട് BP ചാർട്ട് ചെയ്ത് ഈ ചാർട്ടുമായിട്ട് ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടർ അതിന്റെ ആവറേജ് ചെയ്ത് നിങ്ങൾ ബ്ലഡ് പ്രഷർ ഉണ്ടോ, ഏത് ലെവലിലാണ് നമ്മുടെ BP എന്ന് പറഞ്ഞു തരും. പലപ്പോഴും ഹൈ ബ്ലഡ് പ്രഷർ കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ട്രീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു റിലക്റ്റൻസ് ഉണ്ടായിരിക്കും. കാരണം ബ്ലഡ് പ്രഷർ മെഡിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് ലോങ് വേണ്ടി വരും. അങ്ങനെ ആക്ച്വലി ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആണെങ്കിൽ മാത്രമേ നേരിട്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ബോർഡർ ലൈൻ ബ്ലഡ് കുറച്ച് ഹൈ ആണ് എന്നുള്ള സിറ്റുവേഷനിൽ ഡയറ്റും എക്സസൈസും ചെയ്ത് നമ്മൾ BP വീണ്ടും വീണ്ടും നോക്കുന്നു. അത് കൺട്രോൾ ലെവലിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു രീതിയുണ്ട്. നമ്മൾ ആദ്യം ഒരു ലോ ഡോസ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൽ കൺട്രോൾ ആകുമോ എന്ന് നോക്കുന്നു, ഇല്ലെങ്കിൽ ഹയർ ഡോസിലേക്ക് വരുന്നു. പിന്നെ മെഡിസിൻസിനെല്ലാം ഓരോ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താണ് മെഡിസിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത റിസ്ക് ഫാക്ടർ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. അത് നമ്മുടെ ബ്ലഡിൽ കൂടെ സ്ഥിരം ഉള്ള ബ്ലഡിലെ ഒരു നോർമൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇതിൽ ബേസിക്കലി 2 ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട്, LDL ആൻഡ് HDL. LDL ബാഡ് കൊളസ്ട്രോൾ, HDL ഗുഡ് കൊളസ്ട്രോൾ ആണ്. LDL കൊളസ്ട്രോൾ കൂടുമ്പോൾ ഇതിപ്പോ ബ്ലഡ് വെസലിന്റെ ആഘോഷമാണ്. LDL കൊളസ്ട്രോൾ ആണ് ഈ മഞ്ഞയായിട്ട് കാണുന്നത്. LDL കൊളസ്ട്രോൾ കൂടുമ്പോൾ ഇത് ബ്ലഡ് വെസലിന്റെ ഭിത്തികളിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഇതിനെ നമ്മൾ കൊളസ്ട്രോൾ പ്ലാക്ക് എന്ന് പറയും. ഈ ഡെപ്പോസിറ്റ് കൂടി വന്ന് ഈ ബ്ലഡ് വെസൽ ആഡ് ചെയ്യും. ഏത് ഓർഗനിലോട്ടുള്ള ബ്ലഡ് വെസലാണോ ബ്ലോക്ക് വരുന്നത് ഡാമേജ് വരും. ഇതാണ് കൊളസ്ട്രോൾ. അപ്പൊ യൂഷ്വലി ഡാമേജ് വരുന്ന 2 ഓർഗൻസിനാണ്. ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് വെസൽ ബ്ലോക്ക് ആകുകയാണെങ്കിൽ സ്ട്രോക്കും, ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് വെസൽ ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അഞ്ചൈന, ഡിപ്പെൻഡിങ് ഓൺ എത്ര സ്പീഡിലാണ് ആ ബ്ലോക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ കൊളസ്ട്രോൾ നമ്മൾ വളരെ ലോ ആയിട്ട് കീപ്പ് ചെയ്യണം. വർഷത്തിൽ ഒരിക്കൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡോക്ടറുമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ഇതൊരു പേഷ്യന്റിന്റെ കൊളസ്ട്രോൾ റിപ്പോർട്ടാണ്. യൂഷ്വലി കൊളസ്ട്രോൾ റിപ്പോർട്ട് ഇങ്ങനെയാണ് വരിക. കുറെ വാല്യൂസ് ഉണ്ടായിരിക്കും. ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, HDL, LDL, അങ്ങനെ പല വാല്യൂസ് ഉണ്ടായിരിക്കും. ഇതില് LDL ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ. LDLന്റെ നോർമൽ വാല്യൂ 100 താഴെയാണ്. ഈ പേഷ്യന്റ് 211 ആണ്. ഈ പേഷ്യന്റ് ഹൈ LDL ആണ്. പക്ഷെ ഞാൻ ഈ നോർമൽ വാല്യൂ 100 എന്ന് പറഞ്ഞെങ്കിലും LDLന്റെ കട്ട് ഓഫ് പേഷ്യന്റ് സ്പെസിഫിക് ആണ്. പല പേഷ്യൻസിന്റെയും കട്ട് ഓഫ് പലതാണ്.
ഒരു 30-year-old ലേഡിക്ക് വിത്തൗട്ട് എനി റിസ്ക് ഫാക്ടേഴ്സ് LDLന്റെ കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും. ഒരു 60-year-old ഡയബറ്റിക് പേഷ്യന്റിന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ പേഷ്യന്റിന്റെ മൊത്തത്തിലുള്ള റിസ്ക് പ്രൊഫൈൽ ഡോക്ടർ അസസ് ചെയ്യും. അസസ് ചെയ്ത് അതിന് ചില കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. ആ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഡോക്ടർ ഈ പേഷ്യന്റിന്റെ റിസ്ക് ഇത്രയാണ് എന്ന് അസസ് ചെയ്യും. അപ്പൊ ഡോക്ടർ പറയും, നിങ്ങളുടെ LDL കട്ട് ഓഫ് ഇത്രയാണ്, നിങ്ങളുടെ ലെവൽ ഇതാണ്, ഹൈ ആണ്, നോർമൽ ആണ്, ഐ മീൻ വിത്തിൻ ദ നോർമൽ റേഞ്ച് ആണോ, ഹൈ ആണോ, ബോർഡർ ആണോ. അത് പറയാം. LDLന് ഒരു ഫിക്സഡ് കട്ട് ഓഫ് അല്ല. ഞാൻ 100 എന്ന് എഴുതിയിരിക്കുന്ന അല്ല LDLന്റെ കട്ട് ഓഫ്. ഫോർ എക്സാമ്പിൾ, ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം LDL 70 താഴെ നിൽക്കണം, ഇഫ് പോസിബിൾ 55 താഴെ നിൽക്കണം. അങ്ങനത്തെ പേഷ്യന്റ് നമ്മൾ ഒരു 80 LDL കണ്ടാലും നമ്മൾ അലാംഡ് ആണ്, നമ്മൾ ഇമ്മീഡിയറ്റ്ലി മെഡിക്കേഷൻസ് എസ്കലേറ്റ് ചെയ്യും. അതേസമയം ഒരു 30-year-old ലേഡിയെ സംബന്ധിച്ചിടത്തോളം 140 LDL കണ്ടാലും നമ്മൾ കുറച്ച് നാൾ ലൈഫ് സ്റ്റൈൽ ഒക്കെ നോക്കി അത് കുറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ മെഡിക്കേഷൻസിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ LDL കട്ട് ഓഫ് ഫിക്സഡ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ കൊളസ്ട്രോളിന്റെ മെഡിസിൻസ് നിത്യം കോൺട്രവേഴ്സി ഉള്ള ഒരു സംഗതിയാണ്. കൊളസ്ട്രോൾ, ഈ പ്രഷറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കൊളസ്ട്രോള് വളരെ ഹൈ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേഷൻസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റും എക്സസൈസിനും ഒരു ട്രയൽ കൊടുത്ത് ഇത് നോർമലിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊളസ്ട്രോൾ മെഡിസിൻസിന് സൈഡ് ഇഫക്ട്സ് ഉണ്ട്. എല്ലാ മെഡിസിൻസിനും സൈഡ് ഇഫക്ട്സ് ഉണ്ട്. കൊളസ്ട്രോളിന്റെ ആണെങ്കിലോ ഷുഗറിന്റെ ആണെങ്കിലോ പ്രഷറിന്റെ ആണെങ്കിലോ എല്ലാ മെഡിക്കേഷൻസിനും സൈഡ് ഇഫക്ട്സ് ആണ്. കൊളസ്ട്രോൾ മെഡിസിന്റെ സിറ്റുവേഷന് കാര്യത്തിൽ പറയുകയാണെങ്കിൽ അതിന് മെയിൻലി 2 സൈഡ് ഇഫക്ട്സ് ആണ്, മസിൽ ഡാമേജ്, ലിവർ ഡാമേജ്. അപ്പൊ ഇങ്ങനെ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ, സൈഡ് ഇഫക്ട്സ് വരാൻ സാധ്യതയുള്ള പേഴ്സൺ ആണോ എന്ന് ഡോക്ടർ ആദ്യം 1-2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. മെയിൻലി CPK, SGPT. CPK ഫോർ മസിൽ, SGPT ഫോർ ലിവർ ചെയ്തിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് ആവശ്യം പോലെ ഡോക്ടർ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് സൈഡ് ഇഫക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് കോൺസ്റ്റന്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടായിരിക്കും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ കൂടെ പേഷ്യന്റ് ഡയറ്റും എക്സസൈസും നോക്കുന്നു. എന്നിട്ട് കൊളസ്ട്രോൾ ലെവൽ നോർമൽസിയിൽ എത്തിക്കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് പ്രോപ്പർ ആണോ എന്ന് അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ പ്രോപ്പർ ആണെങ്കിൽ മെഡിക്കേഷൻസിന്റെ ഡോസ് കുറയ്ക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഡിസ്കസ് ചെയ്യും. വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ കൊളസ്ട്രോൾ മെഡിസിൻസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, എല്ലാം ചില ഫിക്സഡ് പ്രോട്ടോകോൾസ് നോക്കിയിട്ടാണ്. അങ്ങനെ സൈഡ് ഇഫക്ട്സിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമുള്ളതല്ല. അതെല്ലാം ഡോക്ടേഴ്സ് കെയർഫുൾ ആയിട്ട് നോക്കിക്കോളും. മെയിൻ സംഗതി കൊളസ്ട്രോൾ കൺട്രോളിലായിരിക്കണം എന്നുള്ളതാണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എല്ലാം ഉണ്ടാകുന്ന ഹൈ കൊളസ്ട്രോൾ കൊണ്ടാണ്. അടുത്തതായി ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഹൈ ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ കൂടും. ബ്ലഡ് വെസലിന്റെ ഭിത്തിയിൽ ചില ആൾട്ടറേഷൻസ് വരുത്തും, ചില ബയോകെമിക്കൽ ചേഞ്ചസ് വരുത്തും. ആ ചേഞ്ചസ് വരുന്നത് കാരണം ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് ബ്ലഡ് വെസലിന്റെ ഭിത്തിയിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് ബ്ലഡ് വെസൽസ് അടഞ്ഞു. അപ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ഈവൻ കൊളസ്ട്രോൾ നോർമൽ ലെവലിലാണെങ്കിൽ പോലും ബ്ലഡ് വെസൽസിൽ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വരാം. അതാണ് ഡയബറ്റീസിന്റെ ഒരു പ്രത്യേകത. ഡയബറ്റീസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. നമ്മൾ എല്ലാ വർഷവും ഒരിക്കൽ ചെക്ക് ചെയ്യണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പർ കൺട്രോളിൽ തന്നെ നിർത്തണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡയബറ്റിക് പേഷ്യന്റിലെ കൊളസ്ട്രോൾ കട്ട് ഓഫ് ഡിഫറെന്റ് ആണെന്ന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. HbA1c എന്ന ടെസ്റ്റ് ആണ് ഡയബറ്റീസിന് നമ്മൾ ചെയ്യുന്നത്. 3 month ഷുഗറിന്റെ ആവറേജ് ആണ് ഈ ടെസ്റ്റ്. ഇതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. നോർമൽ ലെസ് ദാൻ 5.6, ഡയബറ്റീസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 6.5. ഇനി ഇടയ്ക്കുള്ള കണ്ടീഷന് പ്രീ ഡയബറ്റീസ്. അടുത്ത റിസ്ക് ഫാക്ടർ ആണ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ്. സ്മോക്കിംഗ് റെഡ്യൂസ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് അബോർ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് സ്മോക്കേഴ്സിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് എന്ന് മാത്രമല്ല, ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയിലുള്ള ഡെപ്പോസിറ്റ്സ് പെട്ടെന്ന് പൊട്ടി അതിന്റെ പുറത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യും.
20-30% കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് റപ്ചർ ചെയ്തിട്ട് അതിന്റെ പുറത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് ബ്ലഡ് വെസലാണ്. യങ് ഏജിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു മെയിൻ റിസ്ക് ഫാക്ടർ സ്മോക്കിംഗ് ആണ്. നമുക്ക് സ്വയം നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്കാട്രിസ്റ്റിന്റെയോ ഹെൽപ്പ് എടുത്ത് സ്മോക്കിംഗ് നിർത്തേണ്ടതാണ്. സ്മോക്കിംഗ് കൊറോണറി ഡിസീസിന്റെയോ അല്ലെങ്കിൽ ബ്രെയിൻ സെറിബ്രൽ ഡിസീസിന്റെയോ മാത്രം റിസ്ക് ഫാക്ടർ അല്ല, പല വിധത്തിലുള്ള ക്യാൻസേഴ്സും ഉണ്ടാക്കും. പിന്നെ വേറെ പല ലങ് ഡിസീസസും ഉണ്ടാകും. ഫാമിലി ഹിസ്റ്ററി ഓഫ് കൊറോണറി ഡിസീസ്. നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ബ്ലഡ് റിലേറ്റീവ്സ്, അതായത് നമ്മുടെ പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ചിൽഡ്രൻ, ഇവരിൽ ആർക്കെങ്കിലും യങ് ഏജിൽ കൊറോണറി ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ, അത് യങ് ഏജ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് മെയിൽസിൽ ലെസ് ദാൻ 65, മെയിൽസിൽ ലെസ് ദാൻ 55, ഫീമെയിൽസിൽ ലെസ് ദാൻ 65 ഇയേഴ്സിൽ കൊറോണറി ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു കൊറോണറി റിസ്ക് ഫാക്ടർ ആണ്. പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ സ്മോക്കിങ്ങോ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കൊറോണറി റിസ്ക് ഫാക്ടർ ആണ് ഫാമിലി ഹിസ്റ്ററി. അതായത് നമ്മുടെ പേരൻസിൽ അച്ഛന് 55 വയസ്സിൽ താഴെ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി. ഹാർട്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ കൊറോണറി ഡിസീസ്. അമ്മയ്ക്ക് 65 ഇയേഴ്സിൽ താഴെ ഉണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായി നമ്മുടെ കൊളസ്ട്രോൾ സാധാരണ ആളുകളെക്കാട്ടിലും വളരെ ലോ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. പിന്നുള്ള റെക്കമെൻഡേഷൻസ്, ഇപ്പൊ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഞാൻ ഈ പറഞ്ഞ 5 റിസ്ക് ഫാക്ടേഴ്സ്: പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, സ്മോക്കിംഗ്, ഫാമിലി ഹിസ്റ്ററി. ഇത് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അത് കൂടാതെ ഉള്ള റെക്കമെൻഡേഷൻസ്: ഡെയിലി ഹാഫ് ആൻ അവർ എയ്റോബിക് എക്സസൈസ്, ഡെയിലി ഹാഫ് ആൻ അവർ എക്സസൈസ്, മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്, എന്ന് അരമണിക്കൂർ സ്പീഡിൽ നടക്കുക, അല്ലെങ്കിൽ ജോഗിങ്, സൈക്ലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവതും സ്ട്രെസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സേഴ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യാം. മൈൻഡിന് റിലാക്സേഷൻ തരുന്ന സംഗതികൾ കൂടുതൽ ചെയ്യുകയും സ്ട്രെസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കുറയ്ക്കാൻ പറ്റുന്നതൊക്കെ കുറയ്ക്കുകയും ചെയ്യാം. ബോഡി വെയിറ്റ് ഐഡിയലായി കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ആൽക്കഹോൾ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒരു ലിമിറ്റഡ് ലെവലിൽ കഴിക്കുക. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമൽ ലെവലിലാക്കുക. താങ്ക് യു. അടുത്തതായി ചോദിക്കാനുള്ള സെക്ഷനാണ്. ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ, ഈ ടോട്ടൽ കൊളസ്ട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടർ ഇവിടെ കാണിച്ചില്ല. അതിനകത്ത് LDL 211 HDL 69.5 എന്ന് പറഞ്ഞു. പക്ഷേ ടോട്ടൽ കൊളസ്ട്രോൾ കാണിച്ചത് 260 ഓർ സംതിങ്, അങ്ങനെ ഒരു കണ്ടതുമല്ലോ. ശരി, അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ ശരിക്കും? ആക്ച്വലി ടോട്ടൽ കൊളസ്ട്രോൾ താഴെയുള്ള എല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടത്തില്ല. 2 രീതിയിൽ കൊളസ്ട്രോൾ എസ്റ്റിമേറ്റ് ചെയ്യാം. ഒന്ന്, ഓരോ കോൺസ്റ്റിറ്റ്യൂവന്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ ആക്യുറേറ്റ്. വേറൊരു മെത്തേഡ് ഇൻഡയറക്റ്റ് കാൽക്കുലേഷൻ ഓഫ് കൊളസ്ട്രോൾ. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ട്രൈഗ്ലിസറൈഡും HDL-ഉം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്ന് HDL-ഉം ട്രൈഗ്ലിസറൈഡ് ബൈ 5 മൈനസ് ചെയ്ത് LDL കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതൊരു ഇന്നക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. യൂഷ്വലി ഇവിടെ UAE-യിൽ എല്ലായിടത്തും ഡയറക്റ്റ് എസ്റ്റിമേറ്റ് ആണ് ചെയ്യുന്നത്. ഡയറക്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ LDL ഡയറക്ട്ലി അസൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് അല്ലാതെ ബ്ലഡ് എടുത്താലും അക്യുറേറ്റ് വാല്യൂ തന്നെ കിട്ടും. ഇൻഡയറക്ട്ലി അസൈ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് HDL-ഉം ഫുഡിൽ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് പോകും. അപ്പൊ ഇൻഡയറക്റ്റ് അസൈ ചെയ്യുമ്പോൾ ട്രൈഗ്ലിസറൈഡ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, LDL വാല്യൂ ഇൻഅക്യുറേറ്റ് ആയിരിക്കും. ഈ കേസിൽ ഓരോ വാല്യൂവിനും ഒരു 2 to 5% ലാബ് എറർ ഉള്ളത് കൊണ്ട് താങ്കൾ അതിന്റെ ഒരു കൊളസ്ട്രോൾ റിപ്പോർട്ട് എടുത്ത് താഴത്തെ എല്ലാം ആഡ് ചെയ്താലും മുകളിലത്തെ വരത്തില്ല. ആക്ച്വലി അതിന്റെ ഫോർമുലയുടെ ഒരു ഫ്രീഡ്വാൾഡ് ഫോർമുല എന്നാണ് നെറ്റിൽ അവൈലബിൾ. ആ ഫോർമുല എടുത്ത് ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇട്ടാൽ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇതിൽ വരും. ബേസിക്കലി 2 ടൈപ്പ് കൊളസ്ട്രോൾ എസ്റ്റിമേറ്റ് ഉണ്ട്. സോറി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് LDL കൊളസ്ട്രോൾ ലാബുകളിൽ നിന്ന് വേണം നമ്മൾ കൊളസ്ട്രോൾ എപ്പോഴും ചെക്ക് ചെയ്യാം. അതായത് ഈ മറ്റുള്ള നമ്മൾ കേട്ടിട്ടുള്ള പോലെ HDL പ്ലസ് LDL പ്ലസ് 1/5 ഓഫ് ട്രൈഗ്ലിസറൈഡ് എന്നുള്ളത് മനസ്സിലാവില്ല എന്നാണ് അല്ലേ പറയുന്നത്? അത് യെസ്, എക്സാക്ട്ലി. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നിനും കുറച്ച് ലാബ് എറർ. അപ്പം ഫൈനലി 3 വേരിയബിൾസ് വരുമ്പോൾ ലാബ് എറർ കൂടുതലായിരിക്കും.
എപ്പോഴും ഡയറക്റ്റ് LDL എസ്റ്റിമേറ്റ് ആണ് പ്രിഫർ. ഡയറക്റ്റ് LDL എസ്റ്റിമേറ്റ് ഉള്ള ലാബ്സിൽ വേണം കഴിവതും ചെയ്യാനായിട്ട്. അത് അവൈലബിൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എസ്റ്റിമേറ്റ് ഉള്ളിടത്ത് ചെയ്യാം. ചെയ്യുമ്പോൾ നമ്മൾ പ്രോപ്പർലി 10 hour ഫാസ്റ്റിംഗ് ആയിട്ട് വേണം ബ്ലഡ് എടുക്കാൻ. ഡോക്ടറെ, ഈ അറ്റാക്ക് വരുന്നതിന് സിംറ്റംസ് ആയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും ഫീലിംഗ്, എന്തെങ്കിലും സിംറ്റംസ് ഡയഗ്നോസ് ചെയ്യാവുന്ന ഇത് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? അതായത് ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ വരികയാണെങ്കിൽ അറ്റാക്ക് വരുമോ എന്ന് കണ്ടുപിടിക്കാനാണോ അതോ അറ്റാക്ക് വന്നാലത്തെ സിംറ്റംസിന്റെ അനാലിസിസ് ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഇപ്പൊ നമ്മള് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ whatever it is, our usual life is going on. അപ്പൊ നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ചാൻസ് ഉണ്ട് എന്ന് നമ്മൾക്ക് സ്വയം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുമോ, നമുക്ക് ഫീൽ ചെയ്യുമോ? ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റംസ് പലപ്പോഴും നമുക്ക് ഹാർട്ട് അറ്റാക്കിന്റെ ആണ് എന്ന് പറയാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡോക്ടേഴ്സിന് പോലും പലപ്പോഴും ഒരു ചെസ്റ്റിൽ ഡിസ്കംഫോർട്ട് വരുമ്പോൾ ഇത് അറ്റാക്ക് അല്ല എന്ന് വിചാരിച്ച് ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. ഹാർട്ട് അറ്റാക്ക് നമ്മുടെ യൂഷ്വൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സിവിയർ ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഹാർട്ട് അറ്റാക്ക് യൂഷ്വലി വരുന്നത് ആക്ച്വലി പെയിൻ ആയിട്ടല്ല യൂഷ്വലി വരുന്നത്, ഒരു ഹെവിനെസ് ആയിട്ടാണ് വരിക. ഒരു നെഞ്ചിന്റെ നടുക്കുവശത്ത് ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കുറച്ച് ലെഫ്റ്റിൽ ഒരു ഹെവിനെസ് ആയിട്ടാണ് യൂഷ്വലി ഉണ്ടാകുന്നത്. പലരിലും എസ്പെഷ്യലി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരിൽ ഇല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവരിൽ ഈ സിംറ്റംസിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണ്. ചെറിയൊരു ഹെവിനെസ് വന്നങ്ങ് മാറും, അല്ലെങ്കിൽ ഒരു എന്തോ കുറച്ച് തടഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഫീലിംഗ്. അതായത് ഇപ്പൊ കഴിച്ച ഭക്ഷണം ഇറങ്ങി പോകാത്തതെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം കുടിക്കുന്ന, ഇവിടെ എന്തോ സ്റ്റക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഒരുപാട് പേർക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ നമ്മൾ ലേറ്റ് ആവും. അപ്പൊ നമ്മൾ സിംറ്റംസ് വെച്ചിട്ട് ഇത് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറയാനുള്ള ആ ഡിഫിക്കൽറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഏരിയയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബെറ്റർ ബി സേഫ്. നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയി നമ്മളൊരു ECG എടുക്കുന്നു. ECG എടുത്ത് നോർമലാണ്, ഡോക്ടർ നേരിട്ട് അസസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് വലിയ റിസ്ക് പ്രൊഫൈൽ ഒന്നും ഇല്ല, ഓക്കെ, ECG നോർമലാണ്, ഡോക്ടർ വിടും. ഡോക്ടറിന് അതേസമയം തോന്നുകയാണ് കുറച്ചുകൂടെ റിസ്ക് പ്രൊഫൈൽ ഉള്ള പേഷ്യന്റ് ആണ്, ഇത് അത്ര എനിക്ക് സുഖം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ട്രോപ്പോണിൻ ടെസ്റ്റ് ചെയ്യും. അത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെയും ഡോക്ടറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്ത് ECGയും ട്രോപ്പോണിനും വീണ്ടും വീണ്ടും ചെയ്യും. 3 hours, 6 hours, 9 hours, 12 hours അങ്ങനെ പല പ്രാവശ്യം ചെയ്ത് അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യും. ഈ സിംറ്റംസ് വെച്ചിട്ട് പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ഡയഗ്നോസിസിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ടിപ്പിക്കൽ ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് ചിന്തിക്കുന്ന കേസ് ചിലപ്പോൾ ഗ്യാസിന്റെ ആവും, അല്ലെങ്കിൽ ഗ്യാസിന്റെ ആണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുന്ന സിറ്റുവേഷനിൽ പലപ്പോഴും അത് മേജർ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. പ്രായമുള്ളവരിലും ഡയബറ്റീസ് ഉള്ളവരിലും വളരെ ചെറിയ സിംറ്റംസ് ആയിട്ട് പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു മെഡിക്കേഷന് പോകണം എന്ന് ഫീൽ ചെയ്യാവുന്ന ഒരു സിംറ്റം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കേഷന് പോകണമെങ്കിൽ ഡോക്ടറെ കാണണം എന്ന് നമ്മൾക്ക് സ്വയമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫീലിങ്സ്, അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുമോ എന്നാണ് എൻ്റെ ചോദ്യം. നമ്മളിപ്പോ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ ഏരിയയിൽ ജോ ലൈൻ, അതായത് നമ്മുടെ താടിയുടെ ഈ ലൈൻ മുതൽ നമ്മുടെ അംബ്ലിക്കസിന്റെ ലൈൻ, ഈ ഏരിയ അംബ്ലിക്കസ് നേവൽ, നമ്മുടെ പൊക്കിളിന്റെ ലൈൻ, പൊക്കിളിന്റെ ഏരിയ മുതൽ നമ്മുടെ ജോ ലൈൻ്റെ ഈ ഏരിയ വരെ കഴുത്തിലോ ചെസ്റ്റിലോ ബാക്കിലോ ഷോൾഡറിലോ കൈകളിലോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട്, അത് തരിപ്പോ അല്ലെങ്കിൽ പെയിനോ അല്ലെങ്കിൽ ഒരു ഭാരം പോലെയോ വേദനയോ എന്താണെങ്കിലും നമ്മളത് സ്വയം ഹാർട്ടിന്റെ ആണോ ഇല്ലയോ എന്ന് ചിന്തിക്കാതിരിക്കാതെ സേഫസ്റ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇമ്മീഡിയറ്റ്ലി അവർ ഇവാലുവേറ്റ് ചെയ്ത് അത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്വയം നമുക്ക് സിംറ്റംസ് ഡയഗ്നോസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ ഇംപ്രിസൈസ് ആണ്. അതാണ് പ്രശ്നം. ഡോക്ടറെ, എനിക്കൊരു സംശയം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? Yes. ഡോക്ടറെ, ഞാൻ കഴിഞ്ഞ വർഷം ആൻജിയോഗ്രാം ചെയ്തതാണ്.
ആൻജിയോഗ്രാം ചെയ്തപ്പം FFR വാല്യൂ 0.82 എന്ന് പറഞ്ഞു. ഓക്കെ, അത് എന്താണെന്ന് വിശദമാക്കാൻ പറ്റും? നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് വെസലിന്റെ അകത്ത് ഒരു കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് കാണും എന്ന് വിചാരിക്കാം. ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ബ്ലഡ് വെസലിന്റെ ഡയമീറ്ററിന്റെ 70% എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് വെസലിന്റെ അകത്തൂടെയുള്ള ഫ്ലോയെ ഇത് ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഏകദേശം ഷുവർ ആണ്. നമ്മൾ കൂടുതൽ ടെസ്റ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മൾ അതിന് മെഡിസിൻ വേണോ അതോ സ്റ്റെന്റ് ഇടണോ എന്നുള്ളത് പേഷ്യന്റിന്റെ മറ്റ് ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. എനിവേ അത് സിഗ്നിഫിക്കന്റ് ലീഷൻ ആണ്, ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. ഇനിയും ലൂമിനൽ നാരോയിങ്, അതായത് ഡയമീറ്റർ നാരോയിങ് ലെസ് 50% ആണ് എന്നുണ്ടെങ്കിൽ ഇത് ബ്ലഡ് ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നില്ല എന്നും നമുക്ക് ഉറപ്പാണ്. 50 to 70% എന്ന് പറയുന്നത് ഒരു ഗ്രേ സോൺ ആണ്. നമുക്ക് ഈ ആൻജിയോഗ്രാം പിക്ചർ വെച്ച് മാത്രം ഇത് ബ്ലഡ് ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ, രക്തഓട്ടത്തിനെ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് ഗണിച്ചെടുക്കാൻ പ്രയാസമാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കൈക്കകത്തൂടെ ട്യൂബ് ഇപ്പം കിടക്കുകയുണ്ടോ കൊറോണറി ആർട്ടറിക്കകത്ത്, ഈ ട്യൂബിന്റെ അകത്തൂടെ നമ്മളൊരു വയർ, ഈ വയറിന്റെ ടിപ്പില് ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ വയറിന്റെ ടിപ്പിൽ ഒരു പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു സംഗതിയുണ്ട്. ഈ വയറിന്റെ മറ്റേ അറ്റം ഒരു മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ മെഷീനിലെ ഡിസ്പ്ലേയിൽ ഈ വയറിന്റെ ടിപ്പിലുള്ള പ്രഷർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ വയറിന്റെ ടിപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്, ഇപ്പൊ ഇങ്ങനൊരു ബ്ലഡ് വെസൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇങ്ങനെയാണ് ബ്ലഡ് ഫ്ലോയുടെ ഡയറക്ഷൻ, ഇങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ വയറിന്റെ ടിപ്പ് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇവിടുത്തെ പ്രഷർ മെഷർ ചെയ്യുന്നു. എന്നിട്ട് ഈ വയറ് ഈ ലീഷനെ ക്രോസ് ചെയ്ത് താഴെ കൊണ്ടുവച്ചിട്ട് ഇവിടുത്തെ പ്രഷർ മെഷർ ചെയ്യുന്നു. അപ്പം ആ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റിന്റെ മുമ്പുള്ള പ്രഷറും ശേഷമുള്ള പ്രഷറും നമ്മൾ മെഷർ ചെയ്യും. എന്നിട്ട് താഴെയുള്ള പ്രഷർ ഇതിന് മുകളിലുള്ള പ്രഷറിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് നമ്മൾ നോക്കും. ഇതൊരു സിഗ്നിഫിക്കന്റ് ബ്ലോക്ക് ആണെങ്കിൽ ഈ ഡ്രോപ്പ് ഇൻ പ്രഷർ ഷുഡ് ബി മോർ ദാൻ 20%. അതായത് താഴെയുള്ള പ്രഷർ ബൈ മുകളിലുള്ള പ്രഷർ നമ്മൾ നോക്കുമ്പം അത് 0.80, അതായത് 80% താഴെയായിരിക്കണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? താഴെയുള്ള പ്രഷർ ഡിവൈഡഡ് ബൈ മോളിലുള്ള പ്രഷർ 80% താഴെയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ബ്ലഡ് ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്നാണ്. തടസ്സപ്പെടുത്തുമ്പോഴാണല്ലോ താഴത്തെ പ്രഷർ കുറയുന്നത്. ഇങ്ങനൊരു ബ്ലഡ് വെസൽ ഉണ്ട്, ഇവിടെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇത് സിഗ്നിഫിക്കന്റ് ആണെങ്കിൽ ഇവിടെയുള്ള പ്രഷറിനെക്കാട്ടിലും കുറവായിരിക്കും ഈ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് സിഗ്നിഫിക്കന്റ് ആകുന്നത്. ഇതും തമ്മിലുള്ള റേഷ്യോ ആണ് FFR. ഇപ്പൊ 0.82 എന്ന് പറഞ്ഞാൽ 82%. അപ്പൊ താഴെയുള്ള പ്രഷർ മുകളിലുള്ള പ്രഷറിന്റെ 82% ആണെന്നാണ് അർത്ഥം. എനി വാല്യൂ മോർ 80% നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, മെഡിക്കൽ മാനേജ്മെന്റ് മതി എന്നുള്ളതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80%, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.80 ആണെങ്കിൽ നമ്മൾ ആ ലീഷൻ ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ്. താങ്കളുടെ കേസിൽ 0.82 ആണ്. ഇപ്പൊ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് താഴത്തെ പ്രഷർ മുകളിലത്തെ പ്രഷറിനെക്കാട്ടിലും കുറച്ച് ഡ്രോപ്പ് ആകുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇന്റർവീൻ ചെയ്യേണ്ട ആ രീതിയിലേക്ക് അത് ഡ്രോപ്പ് ആയിട്ടില്ല. അതെ 0.80 ഓർ ലെസ്, ഇപ്പൊ 0.75, 0.70 അങ്ങനെയൊക്കെ ആയിരുന്നു അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. 0.82 ആണ്, അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്റൻസീവ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, കൊളസ്ട്രോൾ മെഡിസിൻ ടു കീപ് LDL ലെസ് ദാൻ 70, അത് മാത്രം മതിയാവും. ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ട പീരീഡ് ഏറ്റവും നല്ലത് ഏതായിരിക്കും? ഡോക്ടർ പറഞ്ഞ പോലെ 1 ഇയറിൽ ഒരിക്കൽ ചെയ്താൽ മതിയായി എന്ന് പറയുന്നു, അതോ 6 മാസത്തിലൊക്കെ ചെയ്യുന്നതാണോ ബെറ്റർ? ഇയർലി ചെയ്താൽ മതി. വേറെ മേജർ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇയർലി ചെയ്യും. ഡോക്ടറെ, നാച്ചുറലി നമുക്ക് ഈ LDL കുറച്ചുകൊണ്ട് നമ്മുടെ HDL ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യാനും നാച്ചുറലി മെഡിസിൻസ് എടുക്കാതെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഏറ്റവും റഫായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഞാൻ പറയാം. നമ്മുടെ LDLന്റെ ലെവല് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്യുക. നമ്മുടെ ഡയറ്ററി ഇൻട്രസ്റ്റ്, നമ്മുടെ ടേസ്റ്റ് ഡയറ്റീഷ്യനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക.
അല്ലാതെ ഡയറ്റീഷ്യന്റെ അടുത്തു നിന്ന് അവരൊരു ചാർട്ട് തന്ന് അത് ഫോളോ ചെയ്യാൻ നോക്കിയാൽ പലപ്പോഴും അത് ലോങ് ടേം അഡ്ഹറൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് ഇന്ന സംഗതി ഇഷ്ടമാണ്, ഇന്ന സംഗതി എന്നുള്ള ഡയറ്റീഷ്യന്റെ അടുത്ത് പറയുമ്പോൾ ഡയറ്റീഷ്യൻ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഒരു വേരീഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് തരും. അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓരോ ദിവസവും ചേഞ്ച് ചെയ്ത് മോർണിംഗ്, ഈവനിങ്, നൈറ്റ്. അപ്പോൾ നമുക്ക് അത് നോക്കാനും അത് ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. റഫായിട്ട് ഗൈഡ് ലൈൻസ് ഞാൻ പറയാം. അതായത് നമ്മൾ കഴിവതും സാച്ചുറേറ്റഡ് ഫാറ്റ്, ട്രാൻസ് ഫാറ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിവതും കുറയ്ക്കാം. ബീഫ്, മട്ടൺ, പോർക്ക് ഇതൊക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചിക്കൻ കഴിക്കാം. ചിക്കൻ ലിവർ, ചിക്കൻ ബോൺ, സ്കിൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഫിഷ് കഴിക്കാം. പ്രോൺസ്, ഇത് മസൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. ബാക്കി ഫിഷ് കഴിക്കാം. ഫ്രൈഡ് ആയിട്ട് ഉള്ളത് കഴിക്കരുത് എന്നുള്ളത്. ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം. കഴിവതും വളരെ ഹൈ കാലറി ആയിട്ടുള്ള മാംഗോ, ഡേറ്റ്സ്, ബനാന, ചിക്കു ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. ബാക്കി ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം. ഇതും കഴിക്കാം. പക്ഷെ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം. കഴിവതും പൊട്ടറ്റോ പോലെയുള്ള വളരെ കാലറി കൂടിയ വെജിറ്റബിൾസ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഡയറി പ്രോഡക്ട്സ് കഴിവതും ലോ ഫാറ്റ് ഡയറി പ്രോഡക്ട്സ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇത്രയാണ് ബ്രോഡ് ഗൈഡ് ലൈൻസ്. പക്ഷേ നിങ്ങൾക്ക് ഹൈ കൊളസ്ട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ യു ആർ ഓൺ മെഡിക്കേഷൻസ് ഓർ നോട്ട്, നമ്മൾ ഡയറ്റീഷ്യനെ മീറ്റ് ചെയ്ത് ഡയറ്റ് മേടിച്ച് ആ ഡയറ്റ് ഫോളോ ചെയ്ത്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചു പോയി ഡയറ്റീഷ്യനെ കണ്ട് എനിക്കിത് പറ്റുന്നില്ല, ഇന്ന പ്രശ്നങ്ങളാണ്, അത് ചേഞ്ച് ചെയ്ത്. പക്ഷെ നമ്മൾ ലൈഫ് ലോങ് പ്രോപ്പർ ഡയറ്റിലായിരിക്കണം. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ജലദോഷമോ തൊണ്ടവേദനയോ വയറിളക്കോ എല്ലാം വന്നു പോകുന്ന ഒരു അസുഖമല്ല. കൊളസ്ട്രോളും പ്രഷറും ഷുഗറും എല്ലാം അത് വന്നാൽ മിക്കവാറും പേരിൽ അത് പെർമനന്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ട്രീറ്റ്മെന്റും എല്ലാം ഒരു ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലൈഫ് ലോങ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് മെഡിറ്റേഷൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ടു കീപ്പിംഗ് ഇറ്റ് ഇൻ ദ നോർമൽ ലിമിറ്റ്സ്. അത് എക്സസൈസും ഡയറ്റും ഇഫ് നീഡഡ് മെഡിക്കേഷൻസും ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു എഫർട്ട് ആയിരിക്കണം നമ്മളുടെ ഈ റിസ്ക് ഫാക്ടർ നമ്മൾ കൺട്രോളിൽ നിർത്തുക എന്നുള്ളത്. കാരണം കൊളസ്ട്രോൾ അൺകൺട്രോൾഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ബ്ലഡ് വെസൽ ഡെപ്പോസിറ്റ് ചെയ്ത് അടഞ്ഞ് ആ ബ്ലഡ് വെസൽ സപ്ലൈ ചെയ്യുന്ന ഓർഗന് മേജർ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഓക്കെ. ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ആ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ചോദിച്ചോ. ഞാൻ ഓൾറെഡി ചോദിച്ചതാണ് എനിക്ക് ആൻസർ കിട്ടി. ഡോക്ടർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഒരു സഹോദരൻ ഈ അടുത്ത സമയത്ത് അകാലമായിട്ട് തന്നെ മരണപ്പെടുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു 10-35 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ആരോഗ്യവാനാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഓടി നടക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തില് പുള്ളി ഒരു സുപ്രഭാതത്തിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നു, മരണപ്പെടുന്നു. അപ്പം ഇതില് എന്തൊക്കെയാണ്, ഇപ്പൊ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ യൂത്ത് ആണെങ്കിൽ പോലും പൊതുവെ ഒരു ചിന്തയുണ്ട് നമുക്ക്, വേറെ നമ്മൾ ഫിസിക്കലി എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ് എന്നുള്ളൊരു നമുക്ക് ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അപ്പോ അത് എങ്ങനെയായിരിക്കാം അത് സംഭവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ യൂത്ത് ആണെങ്കിൽ പോലും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാറ്. നമ്മള് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അഞ്ചേന ഇതിലേത് കൊറോണറി ആർട്ടറി ഡിസീസ് വരുന്ന മിക്കവാറും ആളുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 റിസ്ക് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഉണ്ടായിരിക്കും. പലപ്പോഴും ഈ റിസ്ക് ഫാക്ടേഴ്സ് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഡിലേ ആണ് പലപ്പോഴും സംഭവിക്കുക. നമ്മള് വളരെ അൺകോമൺ ആയിട്ട് മാത്രമേ ഒരാൾക്ക് ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് വന്നു പക്ഷെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ എൻകൗണ്ടർ ചെയ്യാറുള്ളൂ. കാരണം ഇപ്പൊ പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഇല്ലാത്ത ആളുകളിൽ പോലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അവരുടെ മറ്റ് ഫാമിലിയിലുള്ള മറ്റാരെങ്കിലും യങ് ഏജിൽ ഹാർട്ട് പ്രോബ്ലം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ പ്രഷറും ഷുഗറും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ ചെയ്യാവുന്നത്
പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇതിലേതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇത് എല്ലാ വർഷവും ചെക്ക് ചെയ്ത് ചെറിയ രീതിയിലെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ഡോക്ടറിനെ കാണിച്ച് അത് കൺട്രോളിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ വരാം. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് വരാൻ സാധ്യത കൂടുതൽ എന്ന് മാത്രമേ ഉള്ളൂ. ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകളിൽ ഇത് വരാനുള്ള സാധ്യത എത്രയെങ്കിലും ശതമാനമാണെങ്കിൽ, ഇതൊന്നും ഇല്ലാത്തവരിൽ പോലും അത് 0% അല്ല, 0 അല്ല, ഒരു മിനിമൽ പെർസെൻറ്റേജ് വരാം. ആ പെർസെൻറ്റേജിലുള്ള ആ ആളുകളാണ് യൂഷ്വലി വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാതെ യങ് ഏജിൽ ഹാർട്ട് പ്രോബ്ലം വരുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് അല്ലാതെ രണ്ട് മേജർ മാർക്കേഴ്സ് ഓഫ് ഹാർട്ട് ഡിസീസും കൂടെ ഉണ്ട്. അത് നമ്മൾ കോമൺലി അസൈ ചെയ്യാറില്ല, പക്ഷെ അത് നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ അത് അസൈ ചെയ്തിരിക്കേണ്ടതാണ്. അതിലൊന്നാണ് ലൈപ്പോപ്രോട്ടീൻ എ അല്ലെങ്കിൽ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്ന് പറയുന്ന, മറ്റേത് HSCRP, ഹൈ സെൻസിറ്റീവ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ. അപ്പോ ചിലരില് ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ HSCRP ഹൈ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 5 റിസ്ക് ഫാക്ടേഴ്സ് നോർമൽ ആയിരിക്കും. അങ്ങനെ ഹൈ ആയിട്ടുള്ളവരിലും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് മറ്റുള്ളവരെക്കാട്ടിലും കൂടുതലാണ്. അത് നമ്മൾ പക്ഷെ നമ്മുടെ മെഡിക്കൽ പ്രോട്ടോകോളിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് യൂഷ്വലി അസൈ ചെയ്യാറില്ല. പക്ഷെ എല്ലാവരും അത് ഒരു സമയത്തൊന്ന് അസൈ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാവരും നമുക്കൊരു ഹയർ റിസ്കിലാണോ എന്ന് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ ഈ പർട്ടിക്കുലർ കേസിലെ മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് വല്ലതും ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാമോ? ഇല്ല, അങ്ങനെ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നതായിട്ട് അറിയും. ഇത് തന്നെ 35 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. കൂടുതൽ മെഡിക്കൽ ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഇപ്പൊ നമ്മൾ നെറ്റിൽ നോക്കിയാൽ നമ്മള് കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ ഗൈഡ് ലൈൻസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്കത് നോക്കി നമ്മുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. 10-year കാർഡിയോവാസ്കുലർ റിസ്ക് കാൽക്കുലേറ്റർ എന്ന് ഗൂഗിൾ ചെയ്താൽ മതിയാവും. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പെർസീവ്ഡ് കാർഡിയാക് റിസ്കിന്റെ 40% മോർ ആണ് സൗത്ത് ഏഷ്യൻസിന്റെ റിസ്ക്. സൗത്ത് ഏഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുന്ന പോപ്പുലേഷന്റെ റിസ്ക് ഒരു കൗക്കേഷ്യൻ പോപ്പുലേഷന്റെ 40% എക്സ്ട്രാ ആണ്, ഇൻറ്റു 1.4 ആണ്. അപ്പൊ നമ്മള് മലയാളികള് സൗത്ത് ഇന്ത്യൻസ് ഒരു വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ ഈ സാധാരണ ആളുകളിലുള്ള കട്ട് ഓഫിനെക്കാട്ടിലും വളരെ ലോ ആയിട്ട് നമ്മൾ നമ്മുടെ വാല്യൂസ് കീപ്പ് ചെയ്യണം. സാധാരണ ഇപ്പം ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഹാർട്ട് അറ്റാക്കും അഞ്ചൈനയും ഒക്കെ സാധാരണ 50 years താഴെ വളരെ അൺകോമൺ ആയിട്ട് കാണാം. പക്ഷെ നമ്മളുടെ ഒരു മലയാളി പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കോ അഞ്ചൈനയോ വരുന്ന നല്ലൊരു ശതമാനം പേര് 50 പോയിട്ട് 40 years താഴെയായിരിക്കും. നമ്മൾ ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആണ് ഹാർട്ട് ഡിസീസിന്. അപ്പൊ നമ്മൾ ആസ് എ ഗ്രൂപ്പ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി കൺട്രോളിൽ നിർത്തി, റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സസൈസിന്റെയും ഡയറ്റിന്റെയും ആ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മളത് ഈ ഗ്ലാസ് ആയിരിക്കും എന്ന് വിചാരിച്ച് വെച്ചോണ്ടിരിക്കുക, അത് ഇമ്മീഡിയറ്റ്ലി അത് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അത് കാർഡിയാക് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതാണ് നമുക്ക് ചെയ്യാവുന്നത്. താങ്ക് യു ഡോക്ടർ. ഒരു സംശയം, ഷാജൻ കഴിഞ്ഞോ? കഴിഞ്ഞു. ഡോക്ടർ, ഇപ്പൊ നമ്മള് പലപ്പോഴും ഈ പല ന്യൂസുകളിലും വായിക്കുന്ന സംഭവമാണല്ലോ ഏർലി മോർണിംഗിൽ, അതായത് കിടന്നുറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെല്ലാം മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ടും 2 റീസൺസ് ആണ്. ഒന്ന്, ഏർലി മോർണിംഗ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി മറ്റ് ടൈംസിനെക്കാട്ടിലും വളരെ കൂടുതലാണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ അകത്തുള്ള സെൽസ് ആണ്. ബ്ലഡ് ഒരു ഫ്ലൂയിഡ് ആണെങ്കിലും അത് ആക്ച്വലി അതിന്റെ കുറച്ച് കോശങ്ങളുണ്ട്, സെൽസ് ആണ്. അതിൽ പല ടൈപ്പ് സെൽസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്ന സെൽസ്. പ്ലേറ്റ്ലെറ്റ് ആണ് ബ്ലഡ് ക്ലോട്ടിങ്, അതായത് ബ്ലഡ് കട്ടപിടിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മള് മേലോട്ടെങ്കിലും ഒരു മുറിവുണ്ട്, ഷേവ് ചെയ്യുമ്പോൾ മുറിവ്, നമ്മള് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ബ്ലഡ് വന്ന് അവിടെ ഒരു ക്ലോട്ട് ഉണ്ടായി, അത് പ്ലഗ്ഡ് ആയി, നമ്മൾ അറിയത്തില്ല. അത് ബോഡിയുടെ ഒരു ഡിഫൻസ്, ഒരു എക്സാങ്കിന് നമ്മൾ ബ്ലീഡിങ് വന്ന് പ്രോബ്ലം വരാതിരിക്കാനുള്ള ഒരു
നോർമൽ ആയിട്ടുള്ള സെൽസ് ആണ് ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാക്ക് റപ്ചർ ചെയ്ത് അതിന്റെ പുറത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ആക്ടിവേഷൻ കൊണ്ടാണ് ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ആക്ടിവിറ്റി ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏർലി മോർണിംഗ് ടൈമിലാണ്. അതുകൊണ്ടാണ് ഏർലി മോർണിംഗ് ടൈമിൽ ഹാർട്ട് അറ്റാക്സ് കൂടുതലായിരിക്കുന്നത്. വേറൊരു റീസൺ എന്ന് പറയുന്നത് പലപ്പോഴും ഈ നൈറ്റില് ഇപ്പൊ ഡേ ടൈമിൽ ഒരാൾക്ക് ചെസ്റ്റ് പെയിൻ വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1 in 3 to 1 in 4 ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഒരു കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ഹാർട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് വേറൊരാളെ വിളിച്ച് എനിക്ക് ആശുപത്രി പോകണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും മസാജ് സ്റ്റാർട്ട് ചെയ്തു. ഇതിനൊക്കെയുള്ള ചാൻസ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഡേ ടൈമിലുള്ളതിനെക്കാട്ടിലും കുറവാണ്. നമ്മൾ ഈ ഡേ ടൈമിൽ നമ്മൾ നമ്മുടെ കമ്പനിയിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായിരിക്കും, ചുറ്റും ആള് കാണും, അല്ലെങ്കിൽ ഈവനിങ്ങിലാണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ വല്ല റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ആളുകളുടെ കൂടെ ആയിരിക്കും. നൈറ്റില് നമ്മൾ ഈ പെയിൻ വന്ന് ഇത് നമ്മളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള ത്രെഷോൾഡായി അപ്പോഴാണ് നമ്മൾ ഇത് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മളെല്ലാം അലേർട്ടൊക്കെ ആകുന്ന ടൈമിൽ ചിലപ്പം ഹാർട്ട് കാർഡിയക് അറസ്റ്റ് വരികയാണെങ്കിൽ വേറെ ആരും അറിയുന്നില്ല ഈ പേഴ്സൺ ഡെത്ത് ആകുന്നത്. മോർണിംഗില് ആളെ കാണാതെ എല്ലാരും നോക്കുമ്പോൾ ഡയഗ്നോസ് എന്നുള്ള സിറ്റുവേഷൻ. ഇതാണ് വേറൊരു റീസൺ നൈറ്റില് ഡെത്ത്സ് കൂടുതൽ വരാനുള്ള ഒരു റീസൺ. ഏർലി മോർണിംഗ് അറ്റാക്കിന്റെ റീസൺ ഹൈ പ്ലേറ്റ്ലെറ്റ് ആക്ടിവിറ്റി ഇൻ ഏർലി മോർണിംഗ്. ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഒരാള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ എനിക്ക് ജസ്റ്റ് ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നു, പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോയി. അപ്പോ ഇത് കാർഡിയാക് അറസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ പൾസ്, നമ്മൾ ബ്രീത്തിങ്, നെക്കിലെ പൾസ്, ബ്രീത്തിങ് ഇത് നമ്മൾ നോക്കിയിട്ട് കാർഡിയാക് അറസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ കാർഡിയാക് മസാജ് ചെയ്യാൻ സർട്ടിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ കാർഡിയാക് മസാജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങളോ മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇല്ലെങ്കിൽ കൂടെയുള്ള ആരെങ്കിലും ആംബുലൻസിനെ ഇന്റിമേറ്റ് ചെയ്യുന്നു. ആംബുലൻസുകാർ വന്ന് ഷോക്ക് കൊടുക്കുന്ന ആ മെഷീൻ പേഷ്യന്റ് അടുത്ത് കൊണ്ടുവന്ന് ഷോക്ക് കൊടുക്കുന്നത് വരെയും നിങ്ങൾ കാർഡിയാക് മസാജ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് വേണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന കാർഡിയാക് മസാജ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ആ ഫ്ലാറ്റ് കോംപ്ലക്സിൽ ഉണ്ടാവും. അദ്ദേഹം വന്ന് കാർഡിയാക് മസാജ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പേഷ്യന്റിനെ ലിവിംഗ് റൂമിൽ നിന്ന് ലിഫ്റ്റിൽ കൊണ്ടുപോയി, ലിഫ്റ്റിൽ നിന്ന് താഴെ കൊണ്ടുപോയി കാറിലോട്ട് കയറ്റുന്നു. ഇപ്പൊ ഒരു 5 minutes ഓൾറെഡി ടൈം അവിടെ ഗ്യാപ്പ് വന്നു വിത്തൗട്ട് കാർഡിയാക് മസാജ്. ആ 5 minutes മതി ആൾക്ക് പെർമനന്റ് ഡാമേജ് ബ്രെയിനിനും മറ്റും വരുത്താൻ. കാർഡിയാക് മസാജ് സ്റ്റാർട്ട് ചെയ്താൽ ടിൽ CPR, ടിൽ ദ ഷോക്ക് കാർഡിയാക് മസാജ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് കാർഡിയാക് മസാജിൽ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ വളരെ ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ ആരാ കാർഡിയാക് മസാജ്, കാർഡിയാക് റിസസിറ്റേഷൻ ട്രെയിൻഡ് ആയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ ആളുടെ നമ്പർ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കട്ടെ, വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാർഡിയാക് റിസസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി അങ്ങനെ കുഴഞ്ഞൊന്നും വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പേഷ്യന്റിനെ വേറൊരാൾ പേഷ്യന്റിനെ എടുത്ത് ചെസ്റ്റ് പെയിൻ ഉണ്ട് പക്ഷെ ഇതുവരെ ബോധക്ഷയം വന്നിട്ടില്ല, ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടെ കൊണ്ടുപോകുക. ഹോസ്പിറ്റലിന്റെ ഡോർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആണ്. ഡോറിന്റെ 1 meter വെളിയിൽ പോലും നമ്മൾ സേഫ് അല്ല. ഡോർ ക്രോസ് ചെയ്തു, ഓക്കെ, നമ്മൾ ബോധം കിട്ട് വീണു, അപ്പൊ തന്നെ സ്റ്റാഫ് വരുന്നു, കാർഡിയാക് മസാജ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഹാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നു, കാത്തലാബിൽ കൊണ്ടുപോകുന്നു, വെസൽ ഓപ്പൺ ചെയ്യുന്നു, ആൻഡ് യു ആർ ഫൈൻ. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. CPR ട്രെയിനിങ് ഒരുപാട് ഹോസ്പിറ്റൽസും ഏജൻസീസും CPR ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. CPR മീൻസ് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ. BLS എന്നും പറയും, ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് പ്രോഗ്രാം. അത് എടുക്കാൻ താല്പര്യമുള്ളവർ അത് ഇമ്പാർട്ട് ചെയ്യുന്ന സെന്റേഴ്സിൽ നിന്ന് ആ ട്രെയിനിങ് എടുത്താൽ അത് നിങ്ങളുടെ ഫാമിലിയിലും മറ്റുള്ളവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. അടുത്ത സെക്ഷൻ തുടങ്ങാൻ നേരമായി. താങ്ക് യു ഡോക്ടർ ജയചന്ദ്രൻ. വേറെ ഒരു
അടുത്ത സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഒരാള് ചാറ്റിൽ ചോദിച്ചിരുന്നു. അതിന് റിപ്ലൈ കൊടുത്തു. ഓക്കെ. After a certain age, say mid-40s, is it advisable to have intake of mild aspirin to avoid clotting of blood? നമ്മൾ 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ആസ്പിരിൻ വെറുതെ അറ്റാക്ക് വരാതിരിക്കാൻ എടുക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇല്ല. ആസ്പിരിൻ പല സൈഡ് ഇഫക്ട്സും ഒക്കെ ഉള്ള മെഡിസിൻ ആണ്. അത് വെറുതെ നമ്മൾ അറ്റാക്ക് വരാതിരിക്കാൻ എടുക്കുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതിനെക്കാട്ടിലും നല്ലത് നമ്മൾ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വന്ന വേറൊരു ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ റെഡ്യൂസ് സ്ട്രെസ് ഇൻ മൈ ഹാർട്ട്? ഹൗ ക്യാൻ ഐ റെഡ്യൂസ് സ്ട്രെസ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. സ്ട്രെസ് എല്ലാവർക്കും ലൈഫിൽ കുറച്ച് സ്ട്രെസ് ഉണ്ട്. നിങ്ങളുടെ സ്ട്രെസ് വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ, എനിക്ക് തോന്നുന്നത് ഡോക്ടർ മറീന അടുത്ത സെഷനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ മറീന പറഞ്ഞു തരും. ഹൗ ക്യാൻ വി ഇൻക്രീസ് ഗുഡ് കൊളസ്ട്രോൾ? ഗുഡ് കൊളസ്ട്രോൾ അഥവാ HDL കൊളസ്ട്രോൾ ഒരാൾക്ക് ലോ ആണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് റെഗുലർ എക്സസൈസും ഡയറ്ററി ചേഞ്ചസും ആണ് വേണ്ടത്. ഏറ്റവും പ്രധാനമായിട്ട് റെഗുലർ എക്സസൈസ്. ലോ HDL കൊളസ്ട്രോള് ഒരു ജനറ്റിക് റീസൺ ഇല്ലെങ്കിൽ അതൊരു പുവർ ലൈഫ് സ്റ്റൈലിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അത് റെഗുലർ എക്സസൈസും ഡയറ്റും ആണ് അതിന്റെ കറക്റ്റ് മെഷർ. മോസ്റ്റ് ഓഫ് ദ 1-2 ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യാം. Most of the youngsters are taking intermittent and keto diet. Is it advisable? Cardiac point of view, keto diet advisable അല്ല. കീറ്റോ ഡയറ്റിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉള്ളതാണ്. നമ്മൾ സ്വയം ഡയറ്റ് നോക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റീഷ്യന്റെ അഡ്വൈസ് ചെയ്ത് വേണം ഡയറ്റ് നോക്കാൻ. കീറ്റോ ഡയറ്റിന് പല റിസ്ക്സും ഉള്ളതാണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് അറ്റാക്ക് ആർ മോസ്റ്റ് ഡേഞ്ചറസ്. ഈസ് ഇറ്റ് മിത്ത് ഓർ ട്രൂ? എല്ലാ അറ്റാക്സും ഡേഞ്ചറസ് ആണ്. ഫസ്റ്റ് അറ്റാക്ക്, സെക്കൻഡ് അറ്റാക്ക്, തേർഡ് അറ്റാക്ക് എന്നുള്ളതിൽ ഡേഞ്ചറിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഫസ്റ്റ് അറ്റാക്ക് വന്ന ഫസ്റ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് വെസൽ ബ്ലോക്ക് ആയി, അത് തുറന്നാൽ പോലും ആ ബ്ലഡ് വെസൽ പെർഫ്യൂസ് ചെയ്യുന്ന ഹാർട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോ ബ്ലഡ് വെസൽ അടയുന്നത് ഇപ്പൊ 8 o'clock ബ്ലഡ് വെസൽ അടഞ്ഞു, 8 o'clock പെയിൻ തുടങ്ങി, 8 ബ്ലഡ് വെസൽ അടഞ്ഞു. ആ ബ്ലഡ് വെസൽ അടയുമ്പോൾ ആ ബ്ലഡ് വെസൽ കൊടുക്കുന്ന ഹാർട്ടിന്റെ ആ ഭിത്തിക്ക് ഡാമേജ് ആ പോയിന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അത്രയും ആ ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ബ്ലഡ് ഫ്ലോ ഒരു 6 hours റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ആ ഭിത്തിയുടെ പ്രവർത്തനം ഓൾമോസ്റ്റ് നോർമലിലെത്തി. പക്ഷെ ഇതൊരു 12 hours ശേഷമാണ് നമ്മൾ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്, വെസൽ ഓപ്പൺ ചെയ്യുന്നെങ്കിൽ ആ ഭിത്തിയിൽ എപ്പോഴും ഒരു റെസിഡ്യുവൽ ഡാമേജ് ഉണ്ടായിരിക്കും. അപ്പൊ എനിവേ ഒരു അറ്റാക്ക് വരുമ്പോൾ ഹാർട്ടിന്റെ ഒരു ഏരിയയിൽ എത്ര പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും കുറച്ച് ഡാമേജ്. അങ്ങനെയുള്ള ആളിൽ മറ്റ് 2 ബ്ലഡ് വെസൽസ്, 3 ബ്ലഡ് വെസൽ ആണല്ലോ, മറ്റ് 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു ബ്ലഡ് വെസലിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ മറ്റ് 2 വെസൽസ് വളരെ ഇമ്പോർട്ടന്റ്. ആ വെസലിലും കൂടെ ബ്ലോക്ക് വന്നാൽ ഓൾറെഡി ഡാമേജ്ഡ് ആയിരിക്കുന്ന കുറച്ച് പാർഷ്യൽ അറ്റ്ലീസ്റ്റ് ഡാമേജ്ഡ് ആയ ഹാർട്ടില് ഉള്ള നോർമൽ ആയിട്ടുള്ള ഏരിയയിലാണ് ഇപ്പൊ രണ്ടാമത്തെ അറ്റാക്ക് വന്നത്. അപ്പൊ ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി കുറയാനും കൂടുതൽ റിസ്ക്സ് വരാനും ഉള്ള സാധ്യത കൂടുതലാണ്. തേർഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും കൂടുതലാണ്. ഇത് അറ്റാക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ. 2, ആദ്യം അറ്റാക്ക് വന്നപ്പോൾ സ്റ്റെന്റ് ഇട്ടിട്ടുണ്ടാവും. സ്റ്റെന്റ് ഇട്ട് ഈ സ്റ്റെന്റ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം സ്റ്റെന്റില് ഇന്റർവ്യൂൻ ചെയ്ത് അത് റീഓപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെ ഇനിഷ്യൽ സ്റ്റെന്റിങ് പ്രൊസീജിയറിനെക്കാട്ടിലും കുറച്ചുകൂടെ റിസ്ക് കൂടിയ പ്രൊസീജിയേഴ്സ് ആണ്. അതുകൊണ്ട് ഒരിക്കൽ അറ്റാക്ക് വരാൻ നിങ്ങൾ അൺഫോർച്ചുനേറ്റ് ആണെങ്കിൽ സെക്കൻഡ് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ടൈം എക്സീഡ് ചെയ്തു എന്ന് തോന്നുന്നു. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. അപ്പോ ഞങ്ങൾക്ക് സമയമുണ്ട്, ഡോക്ടറിന്റെ സമയമാണ്. നോ ക്വസ്റ്റ്യൻ, ഐ എം ഫ്രീ. ആർക്കെങ്കിലും ഇനിയും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന്, നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ, ഈ സാറ് ആദ്യം പ്ലേറ്റ്ലെറ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്ലേറ്റ്ലെറ്റ് കുറവുള്ള ആൾക്കാർക്ക് അറ്റാക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ റിലേഷൻ എങ്ങനെയായിരിക്കും പ്ലേറ്റ്ലെറ്റ് കുറവുള്ള ആൾക്കാർ? ഹാർട്ടിന്റെ പമ്പിങ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹാർട്ടിന്റെ പമ്പിങ് നമ്മൾ അറിയുന്നത് എക്കോ എന്ന് പറയുന്ന ടെസ്റ്റിലൂടെയാണ്. എക്കോ എന്ന് പറയുന്ന ഹാർട്ടിന്റെ അൾട്രാസൗണ്ട് സ്കാൻ ആണ്. നമ്മൾ വയറിന്റെ ഒക്കെ അൾട്രാസൗണ്ട് എടുക്കുന്ന പോലെ ഹാർട്ടിന്റെ അൾട്രാസൗണ്ട് സ്കാൻ. എക്കോ നമ്മൾ വെറുതെ വേറെ റീസൺ ഒന്നും ഇല്ലാതെ എക്കോ എടുത്ത് ഹാർട്ടിന്റെ പമ്പിങ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതല്ല. രണ്ടാം എക്കോ ആണ് ഈ പറഞ്ഞ പമ്പിങ് അസസ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റി. രണ്ടാമത്തെ ലോ പ്ലേറ്റ്ലെറ്റ്സിന്റെ കാര്യം. പ്ലേറ്റ്ലെറ്റ്സ് എപ്പോഴും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിലും ഒരുപാട് എക്സ്ട്രാ പ്ലേറ്റ്ലെറ്റ്സ് ബോഡി സിന്തസൈസ് ചെയ്യും. അതൊരു റിഡൻഡന്റ് മെക്കാനിസം ആണ്. നമ്മൾ ഈ ഒരുപാട് ഇൻഫെക്ഷൻസിൽ പ്ലേറ്റ്ലെറ്റ് ലോ ആകുന്നത് കൊണ്ട് ഒരിക്കലും ഒരു ബ്ലീഡിംഗ് ലെവലിലേക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ചെയ്യാതിരിക്കാനായിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഒരുപാട് എക്സസ് ആണ് ബോഡിയിൽ. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ലോ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ രീതിയിൽ അതൊരു ബ്ലീഡിംഗ് റിസ്ക് ഉണ്ടാക്കുന്നില്ല. വളരെ ലോ പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ അതൊരു ബ്ലീഡിംഗ് റിസ്ക് ഉള്ള ഒരു സംഗതിയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല, ബ്ലീഡിംഗ് റിസ്ക് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ലോ പ്ലേറ്റ്ലെറ്റിനെ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളൊരു ബ്ലഡ് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അത് വേറെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്ലഡ് ഡിസീസസ് ഒന്നും അല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം. എന്ന് മാത്രമല്ല, നമുക്ക് ലിവറിന്റെ എസ്പെഷ്യലി ആൽക്കഹോളിക് ലിവർ ഡിസീസ് കൊണ്ടുള്ള പ്ലേറ്റ്ലെറ്റ് കുറവല്ല എന്നും നമ്മൾ അത് കൺഫേം ചെയ്യേണ്ടതാണ്. ലോ പ്ലേറ്റ്ലെറ്റ് ഉള്ളവർ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഹാർട്ട് അറ്റാക്കിന് നമ്മൾ കൊടുക്കുന്ന ആസ്പിരിൻ, ബ്രിലിൻഡ, ഹെപ്പാരിൻ ഇതൊക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള സംഗതികളാണ്, മെഡിസിൻസ് ആണ്. അപ്പൊ ഓൾറെഡി ലോ പ്ലേറ്റ്ലെറ്റ് ഉള്ള ആൾക്ക് ബ്ലീഡിംഗ് റിസ്ക് കൂടുതലായതുകൊണ്ട് ഈ മെഡിസിൻസും കൂടെ കൊടുക്കുമ്പോൾ ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കുറച്ച് ഹൈ ആണ്. അത് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ആ മെഡിസിൻസിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ബ്ലീഡിങ് വരുന്നില്ല പക്ഷെ ഹാർട്ടിന് പ്രോബ്ലം വരുന്നില്ല എന്നുള്ള രീതിയിൽ ബ്ലഡ് തിന്നേഴ്സിന്റെ ഡോസേജ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ ലോ ആണ്. ഹലോ ഡോക്ടറെ, ഈ ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് 43 വയസ്സുണ്ട്. എൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് കയ്യിലും രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രഷർ കാണിക്കുന്നത്. മീൻസ് ഒരു കയ്യിൽ കൂടുതൽ ഒരു കയ്യിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ലെഫ്റ്റ് സൈഡിലെ കൈയുടെ ഷോൾഡർ പോർഷനിൽ പെയിനും ഉണ്ടാവാറുണ്ട്. ഇത് പെയിൻ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഈ പ്രഷർ വേരിയേഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കയ്യിലും വ്യത്യാസം വരുന്നത് എന്താണ്? അത് നോർമൽ ആണോ അത് അങ്ങനെ വരുന്നത്? യൂഷ്വലി ഡോമിനന്റ് ഹാൻഡിലെ പ്രഷർ നോൺ ഡോമിനന്റ് ഹാൻഡിലെ പ്രഷറിനെക്കാട്ടിലും അപ് ടു 10 കൂടുതലായിരിക്കും. അതിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാസ്കുലർ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് അത് നോക്കുന്ന ഡോക്ടർ തന്നെ റെഫർ ചെയ്യും. കാരണം ഇപ്പൊ ഒരു കൈയിലോട്ടുള്ള ബ്ലഡ് വെസലിന്റെ തുടക്കത്തിൽ എന്തെങ്കിലും ഒരു നാരോയിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കയ്യിലെ പ്രഷർ നോർമലിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. ഒരുപാട് ഡിഫറൻസ് ഉണ്ട് പ്രഷറിൽ എന്നുണ്ടെങ്കിൽ ഒരു വാസ്കുലർ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അത് അസസ് ചെയ്യിക്കേണ്ടതാണ്. പിന്നെ ഈ ലെഫ്റ്റ് ഷോൾഡറിൽ സ്ഥിരമായിട്ടുള്ള പെയിൻ യൂഷ്വലി ഹാർട്ടിന്റെ ലക്ഷണമല്ല, അത് ഷോൾഡറിന്റെ തന്നെ എന്തെങ്കിലും ഇഷ്യൂ ആകാനാണ് ചാൻസ്. അത് ആദ്യം ഒരു ഓർത്തോപീഡീഷ്യനെ കാണിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓർത്തോപീഡീഷ്യൻ നോക്കിയതിന് ശേഷം ഇത് കാർഡിയോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ മാത്രം കാർഡിയോളജിയിൽ കാണിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോ അടുത്ത ഡോക്ടർ നല്ലൊരു സെക്ഷനാണ് നമുക്ക് തന്നത്. നമുക്ക് അടുത്ത സെക്ഷൻ തുടങ്ങാൻ നേരമായി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം. ഓക്കെ, ഗുഡ് ഡേ. അടുത്ത സെക്ഷന് വേണ്ടി ഡോക്ടർ മറീന ജോസഫിനെ ക്ഷണിക്കുന്നു. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം ഡോക്ടർ. എനിക്ക് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഷെയർ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഐജു അതൊന്ന് ചെയ്തു കൊടുക്കും. ഡോക്ടർ ഓക്കെ അല്ലേ? എന്റെ പവർ പോയിന്റ് കാണാവോ? കാണാം. Okay, fine.
എൻ്റെ ടോപ്പിക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ഡ്യൂറിങ് COVID-19 എന്നുള്ള ടോപ്പിക്കാണ്. സോ ഇതിപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സിംറ്റംസ് ഓഫ് സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറച്ച് പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. ആ ഒരു പോയിന്റ്സ് ഒന്ന്, ദിസ് ഇസ് എ സ്ട്രെസ്ഫുൾ ടൈം ഫോർ എവ്രി വൺ. അതായത് എനിക്കും എൻ്റെ ഫാമിലിക്കും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇല്ലെങ്കിൽ ഈ ഒരു രാജ്യം അല്ലെ നമ്മുടെ രാജ്യം, ദ ഹോൾ വേൾഡ് ഈസ് ഗോയിങ് ത്രൂ. ഒരാളെ നമുക്ക് സെപ്പറേറ്റഡ് ആക്കാൻ പറ്റില്ല, എല്ലാവരും സ്ട്രെസ്. അപ്പം എനിക്ക് മാത്രമാണ് ഈ ഒരു പാൻഡമിക് കാരണമുള്ള ഇഷ്യൂസ് അല്ല, എനിക്ക് മാത്രമല്ല, എല്ലാവരും കടന്നു പോകുന്ന ഒരു വഴിയാണ്. അപ്പൊ അതൊന്ന് നമ്മളുടെ മൈൻഡിൽ വി ഹാവ് ടു കീപ് ഇറ്റ് ഇൻ ദ മൈൻഡ് ദാറ്റ് വി ആർ നോട്ട് ഓൺലി ദ വൺ ഹു ഈസ് ഗോയിങ് ത്രൂ, everyone is going through the stressful time. പിന്നെ നേരത്തെ ആരെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് വിഷാദ രോഗമോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു വറിയിങ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വറിയിങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ, ഇതൊരു ക്രൈസിസ് ആണല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ അവർക്കൊന്നും കൂടെ ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒന്നും കൂടെ ഡിപ്രഷനായിട്ട് വരും. ഇത് അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട, ഇപ്പം ചർച്ചിലൊക്കെ ആകുമ്പോൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്, അവർ ആങ്സൈറ്റി കൂടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഡിപ്രഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അവർ കടന്നു പോകുന്ന വഴി നമുക്കറിയില്ലല്ലോ, അതൊന്ന് ടേക്ക് കെയർ ചെയ്യുക. പിന്നെ ഐസൊലേഷൻ ക്യാൻ ലീഡ് ടു ലോൺലിനെസ്. നമ്മൾ ഇപ്പൊ ക്വാറന്റൈൻ ആയിട്ട് പലരും ഒറ്റപ്പെടലിൽ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ്, ഫാമിലി ആയിട്ട് മാറി നിൽക്കുന്നവര്, അല്ലാതെ ഇപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ ഡിപ്രഷനിലും അവരുടെ ഒരു ആങ്സൈറ്റി കുറച്ചും കൂടെ, നമ്മൾ തന്നെയാണെങ്കിലും തന്നെയാണ് ഇരിക്കുന്നത്, നമുക്കൊന്നുകൂടെ വിഷമം വരും. അപ്പൊ സെയിം തന്നെ ആ ഒരു തന്നെയായിരിക്കുന്നവർക്ക് കുറച്ചും കൂടെ ഒരു വിഷാദവും ആങ്സൈറ്റിയും ഒക്കെ കൂടുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് mental health as well as physical health എഴുതുന്നുണ്ട്. സോറി, അവിടെ അത് നമുക്ക് സ്ട്രെസ് വരുമ്പം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തിന്റെ ഒപ്പം ഫിസിക്കൽ ഹെൽത്തും അത് അഫക്റ്റഡ് ആവും. പക്ഷെ നമ്മളുടെ ബോഡിയും മൈൻഡും ലിങ്ക്ഡ് ആണ്. അപ്പം പലപ്പോഴും ഇപ്പം പലരും ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞു വരും, ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞു വരും, അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ്. പലപ്പോഴും ടെൻഷൻ ഉള്ളപ്പോഴാണ് ഇത് സൊമാറ്റിക് കംപ്ലയിൻസ് ആയിട്ട് വരുന്നത്, ബോഡി സിംറ്റം ആയിട്ട് വരുന്നത്. അപ്പൊ ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് ഉള്ളവർക്ക് ഫിസിക്കൽ ഹെൽത്തും ഇഷ്യൂസ് ആണ്, മെന്റൽ ഹെൽത്തും ഇഷ്യൂസ് ആണ്. ഇപ്പൊ കറന്റ് സിറ്റുവേഷനിൽ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യു ഹാവ് ടു സ്റ്റേ കാം. ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സ് ഓൾസോ. നമുക്ക് ഈ സമയം നമ്മളെ ടേക്ക് കെയർ ചെയ്യും. ഇപ്പൊ കയറുമ്പം ആദ്യം നിങ്ങൾ ഓക്സിജൻ വെക്കണം, ഇതിന് ശേഷം ബാക്കി. ഇപ്പൊ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ടു ടേക്ക് കെയർ ഓഫ് അതേഴ്സ്. എന്നാലും നമുക്ക് നമ്മുടെ ഫാമിലിയെ നോക്കാൻ പറ്റുള്ളൂ. സോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, സൈൻസ് ഓഫ് എക്സസീവ് സ്ട്രെസ്, അത് കുറച്ചൊക്കെ ഒരു കാർഡിയക് സിംറ്റം ഓവർലാപ്പിംഗ്. നമുക്ക് ആങ്സൈറ്റിയുടെ സിംറ്റം എന്ന് പറഞ്ഞു വരുന്നത് ചെസ്റ്റ് ടൈറ്റ്നസ്, പിന്നെ ചിലർ പറയും സഫോക്കേറ്റിംഗ് ആണ്, നെക്ക് ടൈറ്റ്നസ്, നെക്ക് പെയിന് എന്ന് പറഞ്ഞു വരും, പാൽപിറ്റേഷൻ, നെഞ്ചെടുപ്പ് കൂടുതലായിട്ട് വരും. ചിലർ പറയും ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഞ്ചെടുപ്പ് വരും എന്ന് പറയും. പിന്നെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഇരിക്കപ്പൊറുതിയില്ലായ്മ, എവിടെ ഇരുന്നാലും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. അത് ചിലർക്ക് ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഉറങ്ങാൻ. ചിലർക്ക് നേരത്തെ എഴുന്നേക്കും, ഏർലി മോർണിംഗ് അവേക്കിങ്. ചിലർ ഇൻ ബിറ്റ്വീൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ എക്സസീവ് വറി ആൻഡ് സാഡ്നെസ്. അപ്പൊ ഈ സമയം കൂടെ കടന്നു പോകുമ്പോൾ വളരെ സിവിയർ സ്ട്രെസ് ആയിട്ടുള്ളവർ എക്സസീവ് സ്ട്രെസ് ആയിട്ട് ഡിപ്രഷനിലേക്ക് പോകുന്നവരുണ്ട്. കൂടുതൽ ആലോചിച്ച് വിഷമിച്ച് പിന്നെ ഒരു വിഷമത്തിലേക്ക് പോകുന്നവരുണ്ട്. അപ്പൊ എക്സസീവ് വറിയും വരും, സാഡ്നെസ്സും വരും. പിന്നെ ഈ സമയങ്ങളിൽ പലർക്കും ദേഷ്യമാണ് വരും. അതാണ് ആദ്യം അവരുടെ എക്സ്പ്രഷൻ വരുന്നത്. ഇപ്പൊ സങ്കടമാണെങ്കിലും ദേഷ്യം വരും. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ സങ്കടം വരുമ്പോൾ ദേഷ്യം വരും. ഫാമിലി തന്നെ ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ആലോചിച്ച് നമ്മൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ദേഷ്യം, ചിലപ്പോൾ അതിന്റെ ബാക്കിലുള്ള ഒരു ഇമോഷൻ ഒരു സാഡ്നെസ് ആയിരിക്കാം. ദേഷ്യം
കാണിക്കുന്നത്. സോ ആങ്കർ കാണിക്കും, ഇറിറ്റേഷൻ കാണിക്കും when we are really going through stress. Gastrointestinal issues, അതായത് സ്റ്റൊമക്ക് റിലേറ്റഡ് ആണ്. എപ്പോഴും നമുക്ക് സ്റ്റൊമക്ക് എപ്പോഴും അഫക്റ്റഡ് ആണ്. ചില കുട്ടികൾ പറയാറുണ്ട് എക്സാം വരുമ്പോഴത്തേക്ക് ലൂസ് മോഷൻ ആവുന്നൊക്കെ. അപ്പൊ എപ്പോഴും സ്റ്റൊമക്ക് ഒരു ഓൾവേസ് റിലേറ്റഡ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് മൈൻഡ്, ലിങ്ക്ഡ് വിത്ത് മൈൻഡ്. അപ്പൊ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് ടെൻഷൻ, ഹെഡേക്ക് വരും, പിന്നെ സ്റ്റൊമക്ക് അപ്സെറ്റ് വരും, നമുക്ക് വിശപ്പില്ലായ്മ വരും. ചിലർക്ക് എക്സസീവ് ആയിട്ട് ടെൻഷൻ കൂടുമ്പോൾ ഉടൻ ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും കഴിക്കും. അങ്ങനെയുള്ള ഒരു ടെൻഷൻ വരുമ്പോൾ കൂടുതൽ കഴിക്കുന്നവരും ഉണ്ട്. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ചിലർക്ക് മസിൽ ടൈറ്റ്നസ് വരും. ബിഹേവിയറൽ സിംറ്റം ആയിട്ടാണ് ഈ ഒരു ആങ്കർ, ദേഷ്യം, ഇതൊക്കെ വരും ചിലർക്ക്. പിന്നെ ഇമോഷണൽ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് ഫോർഗെറ്റ്ഫുൾനെസ് വരും. സാധനങ്ങൾ എവിടെ വെച്ചു എന്നുള്ളത് ഓർമ്മ കാണില്ല. ഇതൊക്കെ ആങ്സൈറ്റി റിലേറ്റഡ് ആണ്. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് എല്ലാവർക്കും വരണം എന്നില്ല. 1, 2, 3 സിംറ്റംസ് വരുള്ളൂ സ്ട്രെസ്. ഈ ടൈമിലാണ് പലരും ആൽക്കഹോൾ കൂടുതലായിട്ട്, ഇപ്പം ആൽക്കഹോൾ എടുക്കാത്തവര് വേണമെങ്കിൽ അവർ ട്രൈ ചെയ്യും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്നവർ കുറച്ചും കൂടെ അവരുടെ ഇൻടേക്ക് കൂട്ടും. അതുപോലെ തന്നെ സിഗരറ്റ് സ്മോക്കിങ് കൂടും. ഈ സ്ട്രെസ്ഫുൾ ടൈമിലാണ് അല്ലെങ്കിൽ ക്രൈസിസ് ടൈമിലാണ് ഇതെല്ലാം ഇൻടേക്ക് കൂടുന്നത്. പലരും മെഡിസിൻസ് അബ്യൂസ് ചെയ്യുന്ന ടൈം ഇപ്പോഴാണ്, ഈ ഒരു സ്ട്രെസ്ഫുൾ ടൈമിലാണ്. പിന്നെ നമ്മളൊരു സ്ട്രെസ്സിന്റെ ടൈമിൽ പലപ്പോഴും നമുക്ക് നേരത്തെ എൻജോയ് ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ തോന്നില്ല. ഇപ്പൊ TV കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ TV കാണണം എന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചിലർ പ്രാർത്ഥിക്കണം എന്ന് തോന്നിയ സമയത്ത് പിന്നെ പ്രാർത്ഥിക്കണം എന്നേ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ചിലർ വന്ന്. പിന്നെ ചേഞ്ച് ഇൻ ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, ഡിഫിക്കൽട്ട് ആൻഡ് കോൺസെൻട്രേഷൻ. നമുക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ അറ്റൻഷനോ കൊടുക്കാൻ പറ്റുന്നില്ല. ഇറിറ്റബിലിറ്റി, ആക്ടിങ്, എസ്പെഷ്യലി ഇൻ ടീൻസ്, അഡോളസെൻസിൽ ഉള്ള അവർക്ക് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അവർ ചിലപ്പോൾ സാധനങ്ങൾ വലിച്ചെറിയും. അങ്ങനെ അവരുടെ ബിഹേവിയർ അവർ കാണിക്കാറുണ്ട്. അവരെങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് അവർ പുറത്തേക്ക് കാണിക്കുന്നതെന്ന് അറിയില്ല. അല്ലെങ്കിൽ പാരന്റ്സ് എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അബ്സോർബ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഒരു വേഗ് ബോഡി പെയിൻ, അതും പ്രത്യേകിച്ച് നമ്മൾ പല ഡോക്ടേഴ്സിനെ കാണുമ്പോഴും ഡോക്ടേഴ്സിനൊന്നും ഇതിനൊരു ആൻസർ ഇല്ലെങ്കിൽ അത് ഒരു സ്ട്രെസ് റിലേറ്റഡ് തന്നെയാണ്. ഈ സമയത്ത് നമ്മുടെ തോട്ട്സ് ഉണ്ട്. തോട്ട്സ് ഒരു കറ്റാസ്ട്രഫിക് തോട്ട്സ് ആണ്. ഇപ്പം ഫിയർ ഓഫ് ഫാളിങ് ഇൽ, എനിക്ക് കോവിഡ് ആയിട്ട് എനിക്ക് കോവിഡ് ആവോ, ഇല്ലെങ്കിൽ ഞാൻ വളരെ വൾണറബിൾ ആണ്, ഞാൻ ഏത് സമയം ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പുറത്തു പോകില്ല. അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ വളരെ പേടിയുള്ളവരുണ്ട് അങ്ങനെ. പിന്നെ ഫിയർ ഓഫ് ലൂസിങ് ലവ്ഡ് വൺസ്, ഫിയർ ഓഫ് പവർലെസ് ഇൻ പ്രൊട്ടക്ടിങ് ലവ്, ഞാൻ എങ്ങനെ എന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അൺസർട്ടനിറ്റിയാണ്. നമുക്ക് നാളത്തെ കാര്യം അറിയാൻ പറ്റുന്നില്ല. പലരും വളരെ പ്ലാനിങ് ആയിട്ടുള്ളവരാണ്. അങ്ങനെ പ്ലാനിങ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ വിഷമമാണ് ഇത് നാളത്തെ കാര്യം എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരവസ്ഥയുള്ളത് ഇപ്പൊ നമുക്ക് മുമ്പിലേക്ക് നോക്കിയാലും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ആ ഒരു പേടിയുണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്ട്, ഞാൻ myself, how should I protect myself? പിന്നെ ഈ സമയത്ത് feelings of helplessness, feeling of boredom, feeling of loneliness, depression, ഇതൊക്കെ വരുന്ന ഒരു what if someone get close to me at supermarket and I catch it? അപ്പൊ സൂപ്പർമാർക്കറ്റിൽ പോയി ആരോ ഒന്ന് ടച്ച് ചെയ്തോ, ഇനി കോവിഡ് ആയോ. അപ്പൊ ഇതൊക്കെ തോട്ട്സ്, കടന്നു പോകുന്ന ഒരു തോട്ട്സ് ആണ്. ഐ എം ഗോയിങ് ടു ബി സ്റ്റക്ക് ഇൻസൈഡ് ഫോർ മന്ത്സ്, ഇതിൽ സ്റ്റക്കായി, ഇനി ഞാൻ എപ്പോ പുറത്തു വരും. ഈ ഒരു തോട്ട്സ് വന്നു പോവല്ല, ഇത് കണ്ടിന്യൂസ്ലി വന്നു കഴിഞ്ഞാൽ
you will go into depression or you will go into severe anxiety. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം you have to take care of yourself. ഇത് ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പലതും പറയുന്നുണ്ട്, we have to take important action, good hygiene, self isolation, social and physical distancing. അതെല്ലാം ഇപ്പൊ നമുക്ക് കാണാതെ അറിയാം. അപ്പൊ to take care of ourselves, to take care of others also. Okay, so taking care of ourselves is very important. What is taking care of ourselves is like our physical health and our mental health. So the first thing is that sleep. എല്ലാവരും പറയുന്ന സ്ലീപ്പ്. ഓക്കെ, പക്ഷെ ആ ഒരു ഇപ്പൊ നമുക്ക് എല്ലാവരും വീട്ടിലിരിക്കുവാണെങ്കിൽ we should have a routine, sleep routine. പലർക്കും അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട്, ഫുൾ നൈറ്റ് ഇരിക്കുന്നവരുണ്ട് എല്ലാവർക്കും. പക്ഷെ ആ ഫുൾ നൈറ്റ് ഇരിക്കുന്നതാണെങ്കിലും ഇപ്പൊ അവര് ഓക്കെ എനിക്ക് സ്ലീപ്പ് ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു തിങ്കിങ് വരുന്നില്ല. ഓക്കെ, ഐ ക്യാൻ സ്ലീപ്പ് നെക്സ്റ്റ് ഡേ ഓൾസോ എന്നുള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ദെൻ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ് 6 hours or 5 hours. വാട്ട് ഇസ് ആ ഒരു 8 hours തന്നെ. ഇപ്പൊ ചിലര് വന്ന് പറയാറുണ്ട് എനിക്ക് 8 hours ഇന്ന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയാറുണ്ട് 8 hours ഉറങ്ങണം തന്നെ ഇല്ല, യു ക്യാൻ റിയലി സ്ലീപ് 6 hours or 5 hours is okay എന്ന് പറയാറുണ്ട്. അപ്പം that depends upon you. Sleep, but then enough sleep. Healthy eating. Okay, during this time it is better to keep you healthy. Stay as healthy as possible. Dr. Jayachandra പറഞ്ഞ പോലെ exercise is one of the best thing to reduce your stress, because there are so many studies വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു brisk walking at least 4 times in a week you can do a 45 minutes of brisk walking can really reduce your stress. പിന്നെ നമ്മുടെ mood enhance ചെയ്യും, നമ്മുടെ depression, it will lower our depression. So it's really fabulous if you do an exercise. You can do stretches. Ladies in പുറത്തു പോകാൻ പറ്റാത്തവർക്ക് they can do stretches. Stretches is really wonderful for the body. പിന്നെ വീട്ടിൽ തന്നെയുള്ള പല എക്സസൈസും ചെയ്യാൻ പറ്റും. ഒത്തിരി ഓൺലൈനും ഒക്കെ വരുന്നുണ്ട്. 20 minutes of walking means you don't have to walk, but then you can look at them and you can walk that 15 minutes you can really walk inside of the room. That is really good for to reduce your stress. Okay, monitor your substance use. That's what I already said, that you have to take control of even if you are taking alcohol using, there's a chance that you are going to more, and cigarette using. So it's keeping an eye on your loved one. ഇപ്പൊ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും you can really say that this is not the way of coping with the stress. There are so many other things other than this. Meditation and spirituality. Of course, I'm talking to a church. നമുക്കറിയാമല്ലേ, ഇന്ന് ഹോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പം ലൈക്ക് ഇതിന്റെ അപ്പുറത്ത് ഈ ക്രൈസിസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോമിന്റെ അപ്പുറത്ത് ഒരാൾ നിൽപ്പുണ്ട്, വെയിറ്റിംഗ് ഫോർ us, holding us and really like holding our hands, and we know that he knows everything. Like അങ്ങനത്തെ ഉള്ള ഒരു then it's like a hope. Like so, those who are inclined to spiritually inclined, they are more peaceful than those who are not spiritually inclined. So this is the perfect time. Like okay, you can be a little more spiritual and think that somebody is there to hold your hand, and even though it's not clear the future, but then like the tunnel, the end, somebody is there. Feeling like this is a really good thing. You can do meditation also. Meditation or that you can take any word that you can be taking a word like peace, and you can say then that's really good. Or can do any verse from the Bible that you can do. That is like that will give you a peace for the surely that will improve your peace inside. ഹ്യൂമർ സെൻസ് എന്ന് പറയുമ്പം അത് നമ്മുടെ സ്ട്രെസ് ലെവലിനെ വളരെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. പലപ്പോഴും നമുക്ക് പല മൂവീസിലെയും പലത് ഓർക്കുമ്പോൾ തന്നെ ചിരി വരും. അപ്പൊ യു ക്യാൻ വാച്ച് എ ഫണ്ണി
episode or something like that, or a friend who is always jovial, can really do that. That's really beneficial for coping with the stress. ഇപ്പം പലപ്പോഴും ഞാൻ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കണ്ടിട്ട് ചിരിച്ച് നമുക്ക് തന്നെ കാണുമ്പോൾ നമ്മൾ കുറെ ഇരുന്ന് ചിരിക്കാറുണ്ട്. അപ്പൊ if you have any favorite comedian which you want to watch, it's a best way to cope up with the stress. And it's a different way of thinking you want it. Music is really good. Those who are really, whether it's like a music or whether it depends upon which music you like. Either music aanengilum, if it's really good for you, enjoying it, that's the best thing you can do. And it is a powerful and like incredibly powerful, like music. Okay, is stressful, or crisis time la namak focus on the things that you can control. Nammal palappozhum nammalde we try to control so many things, like we try to control the people around us, we try so many things. Those who really likes to control, അവർ plan ചെയ്യുന്ന പലർക്കും വളരെ difficult ആയിരിക്കും ഈ സമയം, because why we are planning is that we want to see a future very certain. എല്ലാം ക്ലിയർ ആയിരിക്കണം ഫ്യൂച്ചർ. അത് അങ്ങനെയുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ട്രേറ്റ് ഒക്കെ ഉള്ളവർ വളരെ പ്രയാസമായിരിക്കും ഈ ഒരു സമയം, ബിക്കോസ് വെൻ ദേ ലുക്ക് ഫ്യൂച്ചർ സംടൈംസ് ഇറ്റ്സ് വെരി അൺസർട്ടൻ. സോ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വി ഹാവ് ടു ഫോക്കസ് ഓൺ വാട്ട് വി ക്യാൻ കൺട്രോൾ, വാട്ട് ആർ ദ തിങ്സ് വിച്ച് കീപ് യു റിയലി ഗിവ് യു ദാറ്റ് പീസ്. നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സമയത്ത് നമ്മുടെ കൺട്രോളിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടത്. പലതും നമ്മുടെ കൺട്രോളിലല്ല. അപ്പം ഈ എവറി മിനിറ്റ് ഇറ്റ് ഇസ് ചേഞ്ചിങ്, ലൈക്ക് വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ടുമോറോ ഓൾസോ. സോ വി ഹാവ് ടു ലെറ്റ് ഗോ. ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൺട്രോളിലെല്ലാം തന്നെ നമ്മൾ ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ഈ കമ്പ്യൂട്ടറിന്റെ അത് പ്രസന്റേഷൻ മോഡിൽ ഇടുകയാണെങ്കിൽ കാണാനായിട്ട് കുറച്ചുകൂടി അത് വിസിബിൾ ആയിരിക്കും. പ്രസന്റേഷൻ മോഡിൽ ഓക്കെ ഫൈൻ. ഇത് എൻ്റെ കമ്പ്യൂട്ടർ ഇപ്പം can you see now? That's better now. ഇപ്പൊ ഞാൻ ഡോക്ടർ ഡിസ്കണക്ട് ആയി പോയോ? ചേട്ടാ എവിടെ പോയി നമ്മുടെ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അയ്യോ ഡോക്ടർ കണക്റ്റഡ് ആണോ? ഓക്കെ ഓക്കെ, ഞാൻ എന്റെ പവർ പോയിന്റ് എന്റെ കമ്പ്യൂട്ടർ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്ത് എന്റെ കമ്പ്യൂട്ടറിന്റെ ബാറ്ററി. സോ ദെൻ ഐ ഹാവ് ടു വിത്തൗട്ട് പവർ പോയിന്റ് ഐ ഹാവ് ടു മാനേജ്. സോറി ഫോർ ദാറ്റ്. ഓക്കെ ഫൈൻ. അപ്പൊ ഒരു വി വേ ടോക്കിംഗ് അബൌട്ട് വാട്ട് വി ക്യാൻ കൺട്രോൾ എന്നുള്ളത്. സോ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ലാത്തത് കൊണ്ട് വി ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് ആ ഒരു കൺട്രോൾ എന്നുള്ള ഫാക്ടർ വി ഹാവ് ടു ലീവ് ഇറ്റ്. ദ അതർ പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാനേജിങ് യുവർ തോട്ട്. ലൈക്ക് വാട്ട്, ലൈക്ക് ചിലപ്പം എനിക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ ആ ആളുടെ രൂപം എപ്പോഴും എൻ്റെ മൈൻഡിൽ വരുമ്പോൾ എനിക്ക് ഒന്നും കൂടെ എൻ്റെ ദേഷ്യം കൂടും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് രീതിയിലാണ് ഞാൻ തിങ്ക് ചെയ്യേണ്ടത്? അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടത്. സോ ഐ ഡോണ്ട് വാണ്ട് ദിസ് പേഴ്സൺ ഇൻ മൈ ബ്രെയിൻ. സോ വാട്ട് എവർ ദാറ്റ് ഈസ് എന്റർടൈനിങ് മീ, ലൈക്ക് ഏതാണ് എനിക്ക് പറയാൻ പറ്റുന്നത് വിച്ച് മേക്കിംഗ് മീ മോർ ബെറ്റർ വേഴ്സ്റ്റ്, എങ്ങനെ തിങ്ക് ചെയ്താലാണ് എനിക്ക്
ഇല്ല, ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമ്മൾ പുറകിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഹോൺ അടിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റിങ് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ആവുകയാണ്, ഇങ്ങനെ എനിക്ക് അങ്ങനെ കാർ മാറ്റാൻ ഇച്ചിരി പ്രയാസമാണ് തന്നെ നമുക്ക് ഫസ്റ്റ് തിങ്ക് ചെയ്യും. പക്ഷെ സെക്കൻഡ് തോട്ടിൽ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ എന്തെങ്കിലും എമർജൻസി ആയിരിക്കും എന്ന് പറയുവാണെങ്കിൽ വി ഹാവ് ടു മൂവ്, ലൈക്ക് വി വിൽ മൂവ് അവർ കാർ ടു ദ അതർ സൈഡ്. അപ്പൊ ഇത് സെയിം സിറ്റുവേഷൻ ആണ്, ബട്ട് ദെൻ two thoughts are there. Like one is positive thought and the other one is negative thought. പക്ഷെ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കുറച്ച് ദേഷ്യമായിരിക്കും. പോസിറ്റീവ് തോട്ട് വരുമ്പോൾ നമുക്ക് ഓക്കെ നമ്മൾ മാറിക്കൊടുക്കും. സോ ഇറ്റ് ഈസ് ലൈക്ക് മാനേജിങ്, ഇറ്റ്സ് സ്മോൾ കോൺവെർസേഷൻ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമ്മളുടെ തോട്ട്സ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ടെൽ യുവർ സെൽഫ് what are the things that make you better, not worst. So നമ്മളുടെ thoughts എപ്പോഴും powerful ആണ്. So if you have angry thoughts, you will become an angry person. If you're having anxious thoughts, then you will become an anxious person. If you are getting sad thoughts, you will become a sad person. So what are your thoughts? Our thoughts ആയിരിക്കും. If you have happy thoughts, you will be a happy person, sure. You can't be a sad person. In between നമുക്ക് പലതും anxiety thoughts ഒക്കെ വരും, പക്ഷെ we don't entertain too much on those things. So I just want everyone to tell yourself, ഈ ഒരു പാൻഡമിക് ടൈമിലൊക്കെ ഐ എം ഗോയിങ് ടു ഡൈ, എവ്രി വൺ ഈസ് ഗോയിങ് ടു ഡു, ഈ ഫ്യൂച്ചർ എന്തായാലും ബ്ലാങ്ക് ആണ്, ഐ ഡോണ്ട് നോ അബൌട്ട്, ബിക്കോസ് ടു മച്ച് ഓഫ് ദീസ് തോട്ട്സ് വിൽ ബി മോർ സാഡ് ആൻഡ് മോർ ആങ്ഷ്യസ്. സോ വാട്ട് യു ഹാവ് ടു സേ ടു യുവർ സെൽഫ് ഈസ് ദാറ്റ് ഈസ് റിയലി മേക്കിംഗ് യു ബെറ്റർ. ഈ ഒരു പാൻഡമിക് എന്ന് പറഞ്ഞ പീരീഡിൽ പലപ്പോഴും ലോകത്ത് നേരത്തെയും പാൻഡമിക് വന്നിട്ടുണ്ട്. So the whole human society has been survived it so many times before also. So you have to think of more positive and optimistic thoughts so that to make you feel more better. That's it. Like ചിലര് കിടക്കാൻ പോകുമ്പോൾ പലതും ആലോചിക്കും. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ വൈഫ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഓഫീസിൽ ഇങ്ങനെ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയാൻ കാര്യം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു മൈൻഡുമായിട്ടുള്ള ഒരു സ്മോൾ കോൺവെർസേഷൻ നടത്തുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ആങ്സൈറ്റി ഉള്ള ഒരാള് ആണെങ്കിൽ ഉറങ്ങാൻ പ്രയാസമാണ്. അപ്പൊ ഉറക്കമില്ലായ്മ പലപ്പോഴും ഈ ഒരു ആങ്ഷ്യസ് തോട്ട്സോ അല്ലെങ്കിൽ ആംഗ്രി തോട്ട്സോ കാരണം ഉറക്കമില്ലായ്മ വരും. പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡിസ്ട്രാക്ഷൻ. നമുക്ക് നമ്മുടെ മൈൻഡിനെ എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്, ഹൗ ടു മേക്ക് യു ബിസി, ലൈക്ക് വാട്ട് യു ക്യാൻ റിയലി ഡു ഡ്യൂറിങ് ദീസ് ടൈം. ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റിയലി മേക്ക് യൂസ് ഓഫ് സോ മെനി തിങ്സ്. ലൈക്ക് ഇപ്പൊ ലേഡീസിന് കുറെ, എസ്പെഷ്യലി ഹൗസ് വൈഫിന് കുറെ ജോലി കാണും, പക്ഷെ ദോസ് ഹു ആർ സിറ്റിംഗ് അറ്റ് ഹോം ദേ ക്യാൻ റിയലി തിങ്ക് ലൈക്ക് ഇപ്പൊ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ കൂടെ ഇരിക്കാനായിട്ട് ഒരു ക്വാളിറ്റി ടൈം ദൈവം തന്നതാന്ന് വിചാരിക്കാം. You can listen to them, you can really connect with them, have a quality time with your kids, because പെട്ടെന്ന് നിങ്ങൾ ജോലിക്ക് കയറും. അപ്പൊ make use of these time. ഏതെങ്കിലും ഇപ്പൊ documentaries you can watch, so many things you can catch up, you can finish. If you want to do a course, you can do that. So many free courses are there online. ഒരു കാര്യം ഈ സമയത്ത് പറഞ്ഞാൽ യു ഹാവ് ടു സെറ്റ് ലിമിറ്റ്സ് ടു ദ മീഡിയ. ഇപ്പൊ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന പോലെ തന്നെയും മീഡിയ ഡയറ്റ് ചെയ്യണം. ആ ഒരു ഈ കോവിഡിനെ കുറിച്ചുള്ള കൂടുതൽ ന്യൂസ് കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 1 or 2 times you can listen to the TV. Rest of the time you can really watch something else, like it is better to have a social distancing. നമ്മൾ ഇപ്പം 6 feet സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന പോലെ തന്നെയും സോഷ്യൽ ഡിസ്റ്റൻസിങ് വിത്ത് മീഡിയ ഓൾസോ ഗുഡ്. സോ പിന്നെ ഈ നോർമൽ കോൺവെർസേഷൻ, ഈ കോവിഡ് അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ വീട്ടിൽ സംസാരിക്കാം. So don't spend too much time on media if you find it is really upsetting you.
ഈ ടൈമിൽ നമുക്കിപ്പം ഒന്ന് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ്. യു ക്യാൻ ഗോ ഔട്ട്സൈഡ്. ഇപ്പം വൈകുന്നേരമൊക്കെ നല്ല ചൂടാണ്, പക്ഷെ എന്നാലും ദോസ് ഹു ആർ റിയലി വാണ്ട് ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഔട്ട്സൈഡ്, ദിസ് ഇസ് റിയലി ഗുഡ്. പിന്നെ പലപ്പോഴും ഇപ്പം ഒരു സ്റ്റഡി നെതർലാൻഡിൽ വന്നതെന്ന് വെച്ചാൽ യു ക്യാൻ like look at the picture of a nature, like a landscape or a waterfall. So you look at it, that itself will make you help to recover from the stressful events in the parayne. Ipa pictures, forest in the pictures, you look at, you feel really good. Allengil namakku ipa virtual tour undu computer nath, you can go through and landscapes and forest, and you can see, so you feel really you are inside the forest. You can do that. One thing is that okay, being kind to yourself, like നമ്മളെല്ലാം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ പോവാണ്. അപ്പൊ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പൊ വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ സമയത്ത് കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിരിക്കും, ഈ സമയത്ത് കൂടുതൽ ടെൻഷനിൽ കൂടെ പോവായിരിക്കും. അപ്പം എല്ലാവരും കടന്നു പോകുന്ന വഴി, ഇപ്പം ബി പേഷ്യന്റ് വിത്ത് അതേഴ്സ് ഓൾസോ, ലൈക്ക് ഡോണ്ട് ബി എക്സ്പെക്ടിങ് ദാറ്റ് പെർഫെക്ഷൻ ഫ്രം അതേഴ്സ്. സോ ഈ സമയത്ത് നോബഡി ഈസ് അറ്റ് പെർഫെക്റ്റ്, ലൈക്ക് നോബഡി ഈസ് ബെസ്റ്റ് ഈ ഒരു ടൈമില്. So be kind to yourself and be gracious to others. Is anything positive you can do this time? Like even coloring anengilum, that's a time you spend a quality time with you, or you spend time with your wife, or spend time with your husband. The whole family you can, like you cannot go out, but then this is, you always think you can do something positive during this time. So you can really focus on the gratitude. Like we are really thankful when we get up in the morning, we can see, like we can walk. So many are out there, like they are not there, like when you get up in the morning. But being grateful that we are like we can use all the senses. No other. A final thought is that ഇതുപോലൊരു പാൻഡമിക് പീരീഡ് വന്നിട്ടുണ്ട് 1666-67 ടൈമിൽ. അപ്പൊ ഐസക് ന്യൂട്ടൺ ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന സമയം, ഹീസ് 2021 ടൈമിൽ. അപ്പൊ ഇതുപോലൊരു പാൻഡമിക് വന്നപ്പം യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്ത് എല്ലാവരും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ആ ഒരു 6 months പീരീഡിൽ he went and he invented calculus. So within 2 months, he went into fellowship. Then within 2 years, he was a professor in the university. So same like that, I want to encourage anyone who can really invent, or you can do so many things during this time. But like, don't think that like idoru sad aayittulla period. Make use of this period and do something. So that's what I want to like say, and I want to thank you for listening. And one question നേരത്തെ വന്നിട്ടുള്ള എന്താന്ന് വെച്ചാൽ, എന്താണ് ഡിപ്രഷന്റെ സിംറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിപ്രഷന്റെ സിംറ്റം എന്ന് പറയുമ്പം ഒരു 2 weeks പീരീഡിൽ നമുക്ക് സാഡ്നെസ് ഉണ്ടെങ്കിൽ, പിന്നെ ഒരു നമ്മൾ വല്ലാതെ ഒരു റീസൺ ഇല്ലാതെ കരയുന്നു, പിന്നെ ഒരു ആരോടും സംസാരിക്കണം എന്നില്ല, ഒന്നും ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഒരു വല്ലാതെ ഒരു ക്ഷീണം, പിന്നെ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല, ഒരു അപ്പിറ്റൈറ്റ് ഇല്ല, വല്ലാതെ ഉറക്കം അല്ലെ ഉറക്കമില്ലായ്മ, ഓവറോൾ നമുക്കൊരു സ്ലോ ഡൗൺ വരുവാണെങ്കിൽ ഡിപ്രഷൻ ആണ്. അത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആയി. ഇതിന്റെ ഒപ്പം ചിലർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് സിവിയർ ആണ്. അപ്പൊ പലരും ഇപ്പൊ സൈക്കാട്രിസ്റ്റിനെയാണ് കാണേണ്ട ഈ ഒരു സിംറ്റംസ്. എല്ലാ സിംറ്റംസും ഒരുമിച്ച് വരണം എന്നില്ല. ചിലപ്പം ചിലർക്ക് പലതും 1-2 സിംറ്റംസ്, പക്ഷെ അവർക്ക് അറിയുന്നത് എത്ര വിഷമമുണ്ട് അവർ കടന്നു പോകുന്ന വഴി എന്നുള്ളത്. അതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു പാൻഡമിക് പീരീഡിലെ ഒരു സ്ട്രെസ് എങ്ങനെയാണ്, അതാണ് ഈ ഒരു ഞാൻ ഈ ഒരു പോയിന്റ് ബൈ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്.
വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, എല്ലാവർക്കും കേൾക്കാം. ഡോക്ടറെ, ഞാൻ ഒരു കാര്യം പലർക്കും ഉള്ള മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് പലരുടെയും തോട്ട് പ്രോസസ്സ് പല രീതിയിലാവാം. ഇപ്പോൾ സാഡായിട്ട് തോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മളുടെ ഒരു ലിവിങ് സ്റ്റൈൽ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വഴിയൊക്കെ കിട്ടിയിരിക്കുന്ന ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാം പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ നമുക്ക് നമ്മളുടെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബൈ നേച്ചറോ അല്ലെങ്കിൽ എങ്ങനെയോ സംഹൗ വി ഹാവ് മേ ബി എൻ ആങ്സൈറ്റി മൈൻഡ്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇപ്പോൾ ഈ ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. അതിനെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, അതിനെ ആ ചലഞ്ചിങ്ങിനെ ആ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് മാറ്റാം, ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ പൊതുവേ നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും ഫസ്റ്റ് കംസ് നെഗറ്റീവ് തിങ്കിങ്. അതെന്താണെന്ന് അറിയില്ല, അത് യൂഷ്വലി അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മളുടെ ആ ലിവിങ് സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് തിങ്സിനെ സംതിങ് വി ക്യാൻ സീ ബെറ്റർ ദാൻ വാട്ട് വി യൂസ് ടു ഡു ഇറ്റ്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഡോക്ടറിന് പറയാൻ പറ്റുമോ? ഇതിപ്പം ഒരു ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ആയിട്ടുള്ളവര് ഓൾറെഡി ഇപ്പം ഞാനിപ്പോ ഒരാളെ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഇപ്പൊ ഞാനൊരു സിവിയർ ആങ്സൈറ്റി നേരത്തെ തന്നെയുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് ടെൻഷനാണ്. ഇപ്പൊ ലേറ്റ് വരുവാണെങ്കിൽ എനിക്ക് ടെൻഷനാവും, അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാണ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ ആയിട്ടുള്ളവര് ഓൾറെഡി അവരുടെ അപ്ബ്രിങ്ങിങ്ങിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പാരന്റ്സ് ടെൻഷൻ ആയിട്ടുള്ളവരായിരിക്കും, ഉള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ. പക്ഷെ ഇത് കുറച്ചും കൂടെ ഈ സ്ട്രെസ് ലെവലിൽ കുറച്ചും കൂടെ കൂടും ഈ ഒരു ക്രൈസിസ് വരുമ്പോഴത്തേക്ക്. നോർമൽ ആയിട്ടുള്ളവർ തന്നെയും കൂടും. അപ്പൊ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ ഒരു സിവിയർ ആയിരിക്കും ആ ഒരു ടെൻഷൻ, ആ ഒരു തോട്ട് പ്രോസസ് ഒക്കെ ഇച്ചിരി കൂടെ സിവിയർ ആയിരിക്കും. പക്ഷെ അതൊരു ഈസി വേയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ എക്സസൈസ് ചെയ്യാം. പിന്നെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ്സ്, ഈ ഒരു തോട്ട് പിന്നെയും ആലോചിച്ചിരുന്നാൽ യു വിൽ ബിക്കം മോർ ആങ്ഷ്യസ്. ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാവും. അതിനേക്കാൾ നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തിങ്ക് ചെയ്യേണ്ടത്. ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സമയത്ത് എങ്കിൽ then you let go. Okay, you cannot control the situation, but you can control your thoughts. That's what I'm saying. Like, you can control your thoughts, you cannot control the situation, you cannot control the people around you. Only thing is that you can control your behavior, you can control your thoughts. So that is one topic, one point which I want to tell you. But ഈ ഒരൊറ്റ കാര്യം തന്നെയും ഇപ്പൊ ഏതെങ്കിലും ഒരു തോട്ട് വരുന്നുണ്ടെങ്കിൽ you can make it into a positive thought and today is my day. ഇന്നത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള ഒരു ടെൻഷനും അതിനേക്കാൾ നല്ലത് today is a wonderful day എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോട്ട് വരുന്നതാണ് നമുക്ക് കുറച്ചുകൂടെ എന്റർടൈനിങ് എങ്കിൽ. You have to entertain only those thoughts which is really making you happy, because you have every right to be happy. നമ്മൾ എന്തുകൊണ്ട് എന്റർടൈൻ ചെയ്യണം നമുക്ക് ഒരു ആങ്ഷ്യസ് തോട്ട്സ്? ആങ്ഷ്യസ് തോട്ട്സ് വരുന്നതിന്റെ ഒരു കാര്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ പലർക്കും ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ നിലനിൽപ്പിന്റെ ഒരു ആങ്ഷ്യസ് ആണ് എല്ലാവരും തന്നെ. പക്ഷെ എന്നിട്ട് തന്നെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു തന്നെയാണ് അതിന്റെ കാര്യം, നമുക്ക് നല്ലൊരു കാലം വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലിയിലെ പില്ലർ. So others are looking at you. So you get tensed, it is really absorbed as like a sponge. Others will absorb it. So you have to, okay, I can handle this. Okay, I can handle it. I cannot handle it എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് I can handle it. ആ ഒരു സിറ്റുവേഷൻ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള തന്നെയാണ് ആ ഒരു രീതിയിലുള്ള തോട്ട്സ് തന്നെയാണ് എന്റർടൈനിങ് ആയിട്ട് വരുന്നത്. ബിക്കോസ് യു ഹാവ് ടു എന്റർടൈൻ ഓൺലി ദാറ്റ് തോട്ട്. ഓൾറൈറ്റ്, താങ്ക് യു ഡോക്ടർ.
ഹലോ ഡോക്ടറെ, നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം ടെൻഷൻ എല്ലാം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നല്ല സ്വപ്നങ്ങൾ കണ്ട് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അതൊരു വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഉറക്കം കിട്ടുന്നില്ല, എത്ര നാളായിട്ട് ഉറക്കം കിട്ടുന്നില്ല? മീൻസ് നമുക്ക് ഫിസിക്കൽ മസിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. മസിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. പിന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെങ്കിലും ആലോചിച്ച്, അല്ലെങ്കിൽ ഓഫീസിൽ ആരോ പറഞ്ഞ കാര്യം ഓർത്ത് ആലോചിച്ചാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അതാ ലൈക്ക് ക്യാൻ യു മേക്ക് ഇറ്റ് ക്ലിയർ? അല്ല ഡോക്ടറെ, മിക്കവാറും ഓഫീസിലെ പ്രശ്നങ്ങൾ തന്നെയാണ് കൂടെ വരുന്നത് തന്നെ. ഇപ്പൊ നമ്മൾ ഓഫീസിലെ പ്രശ്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ട് വന്നാലും പിന്നെയും ഫോൺ കോൾസ് ആയിട്ട്, ഇമെയിൽസ് ആയിട്ടും ചാറ്റ് ആയിട്ടും വരും. ഇപ്പൊ കിടക്കുന്നതിന് മുമ്പാണെങ്കിലും അവസാനം നോക്കുന്ന വാട്സപ്പിൽ എന്തായിരിക്കും മെസ്സേജ് വന്നത്, അല്ലെങ്കിൽ മെയിൽ എന്താണെന്ന് നോക്കും. രാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് വരുന്നതിന് ആദ്യം ഫോൺ എവിടെയാന്ന് നോക്കിയിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും പല്ല് കഴിക്കാനോ അല്ലെങ്കിൽ മൂത്ര കഴിക്കാനോ തന്നെ പോകുന്നത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് സൈക്കിളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ട്. ഡോക്ടറുടെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ല, അതിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ? ഉറക്കമുണ്ട്, പക്ഷെ ഉറക്കത്തിൽ പോലും ആലോചിക്കുന്ന മിക്കവാറും ഓഫീസിലെ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചില സമയത്ത് എഞ്ചിനീയറിംഗിന് എഴുതിയ പരീക്ഷയൊക്കെ പോലും എഴുതാറുമുണ്ട്. അതും കഴിഞ്ഞ് വരാറുണ്ട്. പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ട് എഴുതിയിട്ട് വരാറുണ്ട്. അതുപോലത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അല്ല, ഇതിപ്പോ നമ്മൾ തിങ്ക് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഉറങ്ങാൻ പറ്റും. ഹലോ, കേൾക്കാം ഡോക്ടർ. ഓക്കെ. ഇത് തിങ്ക് ചെയ്തിരുന്ന ഓക്കെ ആ ഒരു ടൈമിൽ, ഉറങ്ങുന്ന ടൈമിൽ യു ക്യാൻ റിയലി ഡു സംതിങ് എൽസ്. ലൈക്ക് യു ക്യാൻ റിയലി മേ ബി യു ക്യാൻ കൗണ്ട് ബാക്ക്വേർഡ്, ഓർ യു ക്യാൻ ലൈക്ക് ഒരു പ്രയർ എടുക്കാം. യു ക്യാൻ റിയലി തിങ്ക് സംതിങ് ലൈക്ക് വെരി പോസിറ്റീവ് ആൻഡ് യു ക്യാൻ സ്ലീപ്. പക്ഷെ ഇഫ് യു ആർ തിങ്കിങ് അബൌട്ട് ലൈക്ക് നമ്മുടെ ഓഫീസിലെ കാര്യങ്ങള്, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉറങ്ങാൻ പ്രയാസമായിട്ട് വരും. അത് ആങ്സൈറ്റി തോട്ട്സ്, ആങ്ഷ്യസ് തോട്ട്സ് കാരണം ഉറക്കം, അല്ലാതെ റിയൽ ഉറക്കമില്ലായ്മയല്ല. എനിത്തിങ് എൽസ്? ഡോക്ടർ, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഒത്തിരി ആളുകൾ ഇപ്പോൾ 2-3 മാസമായിട്ട് തന്നെ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ആവുമ്പോൾ തന്നെ ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു പല കാർട്ടൂണുകൾ തന്നെ കാണുന്നുണ്ട്. am I വർക്ക് ഫ്രം ഹോം ഓർ am I ലീവിങ് അറ്റ് വർക്ക്? യൂഷ്വലി നമ്മളൊരു വേറൊരു ഡിഫറെന്റ് ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ് എല്ലാം പറയാറുണ്ട്, കീപ് ദ വർക്ക് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് വെൻ യു കം ബാക്ക് ടു ഹോം യു ഹാവ് എ സെപ്പറേറ്റ് ലൈഫ്. ബട്ട് വെൻ വി ആർ അറ്റ് വർക്ക് ഇൻ ദ ഹൗസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വർക്കിന്റെ ഒരു പ്രഷർ ഉണ്ട്, പിന്നെ ഫാമിലി ഉണ്ട്, കുട്ടികൾ ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഡോക്ടർക്ക് എന്ത് ഗൈഡ് ലൈൻ ആണ് കൊടുക്കാനുള്ളത്? ഇപ്പൊ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തിൻ ലൈനാ. ഓക്കെ, ആരെങ്കിലും പോപ്പപ്പ് ചെയ്യും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇൻ ബിറ്റ്വീൻ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ അതൊരു തിൻ ലൈൻ ആണ്. ലൈക്ക് യു കനോട്ട് വർക്ക് അറ്റ് ഹോം. സോ ഇറ്റ് ഈസ് മെയിൻലി ലൈക്ക് നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോഴത്തേക്ക് യു ഹാവ് ടു പ്രോപ്പർലി ഡ്രസ് ആൻഡ് ലൈക്ക് യു ഹാവ് ടു ക്ലോസ് ദ ഡോർ ആൻഡ് യു ഹാവ് ടു ബി ഇൻസൈഡ് ദ ഹൗസ്. ആൻഡ് ബിക്കോസ് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്തിട്ട് അതിനകത്തിരിക്കുന്നത്. സോ ദാറ്റ് ക്ലിയർലി ദാറ്റ് ദർ ഷുഡ് ബി എ റൂൾ ദാറ്റ് ഐ ആം വർക്കിംഗ്, പ്ലീസ് ഡോണ്ട് മേക്ക് നോയ്സ് എന്നുള്ളത് ഒരു കാര്യം, പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു തിങ്. ഓർ ഇൻ ബിറ്റ്വീൻ യു ക്യാൻ 10 minutes you go and play with your kids, be with you, then say that okay, I am going back now, please don't make noise എന്നുള്ള ഒരു കാര്യം പറയാം. അത് ആ ഒരു ഇപ്പൊ ലൈക്ക് ആ ഒരു ഇപ്പൊ ഇഫ് യു കലണ്ടർ യുവർ ഡേ, ലൈക്ക് എനിക്കിപ്പോ ഇപ്പൊ ഓഫീസിലെ ജോലിയാണെങ്കിൽ തന്നെയും ഐ വോണ്ട് ടു ഫിനിഷ് 5, I want to finish off this and like this many goal today എന്നുള്ളതാണെങ്കിൽ if you finish the first one, difficult one,
then you feel like success. Okay, I have at least finished one today, so the rest of the day will be really good എന്നുള്ളതാക്കാം. പക്ഷെ again I can say that ഒരു ജോലി വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അതൊരു thin line ആ. Okay, everyone will come inside and talk and all those things. So you can put a time that, okay, I'm going to work, I want to be really I don't want anyone to disturb me എന്നുള്ള ഒരു കാര്യം പറയാം. That's what I understood. Like, I hope I answer your question. It's okay in a way. Thank you. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പറയാം. ഇനി ചോദിക്കാൻ മടിയാണെങ്കിൽ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ഓപ്ഷൻ ഉണ്ട്, ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഡോക്ടറെ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എൻ്റെ പേര് തോമസ് നൈനാൻ. ഹലോ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓഫ് കോഴ്സ് ഈ പാൻഡമിക് സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളാണ് ഡോക്ടർ പറയുന്നത്. നമ്മൾ ഈ ഫുൾ ടൈം, അതായത് ഡേ ടൈം കംപ്ലീറ്റ് മാസ്ക് ഉപയോഗിച്ചാണല്ലോ നടക്കുന്നത്. പ്രത്യേകിച്ച് N95 ഉപയോഗിക്കുന്നവരുണ്ട്. അത് ആക്ച്വലി ഹെൽത്തി ആണോ? നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുമോ കണ്ടിന്യൂസ് ആയിട്ട് N95 അതുപോലെയുള്ള മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ? N95 ശരിക്കും വളരെ ഡിഫിക്കൽട്ടാണ്, ബ്രീത്തിങ് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ നമ്മൾ കുറച്ച് നമ്മളുടെ സേഫ്റ്റി അല്ലേ നോക്കേണ്ടത്. നോർമൽ 3 ലെയർ മാസ്ക് ആണെങ്കിലോ ഓക്സിജൻ ആവശ്യത്തിന് കിട്ടുമോ? എനിക്കത് ശരിക്കും പറഞ്ഞാൽ അതൊരു പൾമനോളജിസ്റ്റ് ചോദിക്കുന്നത്. ഹലോ ഡോക്ടർ, ഞാൻ സാധാരണ 2 മാസ്ക് വെക്കും. അത് N95 അല്ല, അതൊരു 2 മാസ്ക് വെക്കും. എന്നുവെച്ചാൽ ഇപ്പം പറയുന്നത് കോവിഡ് വന്ന് പലർക്കും ലൈക്ക് ഇനിയിപ്പോ പുതിയൊരു വേവ് വരാൻ പോകുന്നു ഒക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്സ് ലൈക്ക് ബട്ട് ദിസ് ക്വസ്റ്റ്യൻ ഈസ് റെലവന്റ് ടു പൾമനോളജിസ്റ്റ് ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഹു ക്യാൻ റിയലി ആൻസർ ദിസ്. ഡോക്ടറെ, ഇപ്പൊ പറഞ്ഞ ഇനിയൊരു വേവ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി അടുത്ത കണ്ടീഷൻ വരുമോ? COVID-19 കഴിഞ്ഞ് COVID-20 വരുമോ? എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പുതിയ ഇത് ന്യൂസിൽ കേൾക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ വരുമോ ഇല്ലയോ എന്നറിയില്ല. ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ പുറത്തു പോവാണെങ്കിൽ വി ഹാവ് ടു ബി കെയർഫുൾ. ലൈക്ക് ഇത് തന്നെ മാറണമെങ്കിൽ കുറച്ച് നാളെടുക്കില്ലേ? ഈ ഞാൻ പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്തിരിക്കുന്ന ഈ മാളിലൊക്കെ കൊച്ചു പിള്ളേർ വരെ ഈ മാസ്കും കണ്ടിന്യൂസ് വെച്ചുകൊണ്ട് വരുന്ന അല്ലേ? ഞാൻ പറഞ്ഞു ശരിയല്ല? എന്തുമാത്രം അവരുടെ ഹെൽത്തിനെ ദോഷകരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇല്ലാതെ വരുന്നതിനേക്കാൾ നല്ലതല്ലേ മാസ്ക് വെച്ച് വരുന്നത് അല്ലേ? പിന്നെ ഓക്കെ, വേറെ ഡൗട്ട്സ് ഉണ്ടോ? ഡോക്ടർ, എനിക്ക് പറഞ്ഞോ, ചോദിച്ചോളൂ. ഓക്കെ, ആരാത് പറഞ്ഞു? കിരണാണല്ലോ. എന്താ ഡൗട്ട്? ഹലോ ഡോക്ടറെ. ഡോക്ടറെ, ഇപ്പൊ നമ്മള് ഈ കോവിഡിന് മുമ്പ്, അത് കഴിഞ്ഞിട്ട് കോവിഡിന് ശേഷം ഈ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മള് ഒറ്റയടിക്ക് ഒരു കുഴിയിട്ട് ഇങ്ങനെ വീണു. കാരണം നമ്മള് ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷനിലേക്ക് ഇങ്ങനെ വീണു പോയേക്കുക. ഇപ്പൊ നമ്മൾ ഇത്രയും ബിസി ആയിരുന്നു. അപ്പൊ ഇതില് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹോപ്പ്, അങ്ങനെ ഇനി ഭാവി മീൻസ് നമ്മുടെ ഭാവി തന്നെയല്ല, ലോകത്തിന്റെ ഭാവി എന്താ, അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ നമ്മുടെ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം? ഇത് ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മളിലേക്ക് വരാനും, അല്ലെങ്കിൽ ഇനി ഒരു ഫ്യൂച്ചർ വേൾഡിൽ ഉണ്ട് എന്നുള്ളതിനൊരു അതിനൊക്കെ നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ് നമ്മളിലേക്ക് വരാനായിട്ട് എന്ത് ചെയ്യണം? അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഇങ്ങനത്തെ ഒരു പാൻഡമിക് പല പ്രാവശ്യം ഈ വേൾഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതുപോലെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ആ സമയങ്ങളൊക്കെയും ഹ്യൂമാനിറ്റി സർവൈവ് ചെയ്ത് മുമ്പിലേക്ക് പോയിട്ടുണ്ട്.
അമ്മച്ചിക്ക് സംശയമൊന്നുമില്ല അമ്മച്ചി? അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഇതുവാണെങ്കിലും സർവൈവ് ചെയ്യും, ഈ ഒരു ടൈം ആണെങ്കിലും സർവൈവ് ചെയ്യും തീർച്ചയായിട്ടും. ഓക്കെ സർവൈവ് ചെയ്യും. അല്ല എന്റെ ഒരു മുന്നോട്ട് പോവുക അതല്ലേ ഡോക്ടർ? ഡോക്ടർ ഒരു ഡൗട്ട്, കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സിലുള്ള ഒരാള് എപ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോയോ ഇല്ല നമുക്ക് അറിയാൻ പറ്റുക? ആളുടെ സ്വഭാവത്തിലോ എന്തെങ്കിലും രീതിയിൽ ചേഞ്ചസ് നമുക്ക് പെട്ടെന്നൊരു നമുക്കൊരു നോർമൽ പേഴ്സണെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരാൾ ഡിപ്രസ്ഡ് ആണോ എന്നുള്ളത്? നോർമൽ പേഴ്സണ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പക്ഷെ എന്നാലും ഞാൻ സിംറ്റം പറഞ്ഞില്ലേ, ഒരു എക്സസീവ് ആയിട്ട് സ്ട്രെസ് ആണെങ്കിൽ ഡിപ്രഷൻ, അത് റീസൺ ഒന്നും ഇല്ലാതെ കരയുക, പിന്നെ ഒന്നിനോടും ഒരു അതായത് സ്ലീപ്പ് ഇല്ല, പിന്നെ അല്ലെങ്കിൽ നമുക്ക് അപ്പിറ്റൈറ്റ് ഇല്ല, നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നുന്നില്ല, ആരോടും സംസാരിക്കണം എന്നില്ല, പിന്നെ റൂമിൽ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ മുമ്പിലേക്ക് നോക്കുമ്പം ഇനി എന്താണ് എന്നുള്ള ഒരു തോന്നല്, എൻ്റെ ജീവിതം എന്തിനാ ഇങ്ങനെ, അങ്ങനെയുള്ള ഒരു തോട്ടും പിന്നെ മരിച്ചാൽ മതി എന്നുള്ള ഒരു തോന്നലൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത് തന്നെയാണ്. ഇൻ കേസ് ഇപ്പൊ ഒരാൾ ഒരു ഡിപ്രഷനുള്ള ഒരാളാണെങ്കിൽ ഇനീഷ്യലി തന്നെ നമ്മൾ മെഡിസിൻ ആണോ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ കൗൺസിലിംഗ് ആണോ? അത് ഇപ്പൊ സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണം. ഡിപ്രഷൻ ആയിട്ടുള്ളവര് പറയില്ല ആരോടും എനിക്ക് സൂയിസൈഡൽ തോട്ട്, അൺലെസ് ഇപ്പൊ നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലർ പറയുള്ളൂ. ഇപ്പൊ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചോദിക്കും അങ്ങനെ സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടോ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോട്ട് വിടാറുണ്ട്. അല്ല സൂയിസൈഡൽ തോട്ട്സ് പോയിട്ടുണ്ട്, അപ്പൊ റിസ്കി ആണോ ഇല്ലയോ എന്നുള്ളത്, അതായത് ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ടോ, എനിക്ക് മരിക്കണം എന്നുണ്ട്, ഞാൻ ഇങ്ങനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വിടണം. പക്ഷെ അതിൻ്റെ ഒപ്പം വേറെ തീരെ ഉറക്കവും ഇല്ല തീരെ, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ബാക്കിയുള്ളവരെ നോക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ക്ഷീണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിന്നെ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിലും ഈ ഡിപ്രഷന്റെ സിംറ്റം വരും. തൈറോയിഡ് പ്രോപ്പർലി വർക്ക് ചെയ്യാതെ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും, അതുണ്ടെങ്കിലും നമുക്ക് ഡിപ്രഷൻ വരും. അപ്പം ഓർഗാനിക്കലി ഈ ഒരു തൈറോയിഡ് ഫങ്ഷനിങ് നോർമൽ ആണോ എന്ന് നോക്കണം, അങ്ങനെയുള്ളവർക്കും ഡിപ്രഷൻ വരാറുണ്ട്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇല്ലെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ നല്ലൊരു മെസ്സേജ് തന്നതിന് പ്രത്യേകം നന്ദി. സുലേഖ ഈ ഒരു വെബിനാർ ഞങ്ങൾക്ക് വേണ്ടി ഈ സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സുലേഖ ഹോസ്പിറ്റലിനോടും ഉള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനു വേണ്ടി പെർമിഷൻ തന്ന ചർച്ച് മാനേജിംഗ് കമ്മിറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ ഒരു സെക്ഷനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പം തന്നെ അച്ഛന് ഇതിന് അപ്രൂവൽ തന്നതിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി എല്ലാവർക്കും ഉള്ള നന്ദി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. നമസ്കാരം. Thanks for listening. Thank you, doctor. Very useful. Thank you. Thank you. ഓക്കെ, എല്ലാവർക്കും നന്ദി. നമ്മുടെ യൂത്ത് അസോസിയേഷൻ ഏറ്റവും ഭംഗിയായ രീതിയിൽ ഈ കാര്യങ്ങളെ ക്രമീകരിച്ചു. യൂത്ത് അസോസിയേഷന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധിയുടെ നാളുകളിൽ നമ്മുടെ പുറത്തുള്ള ഇടവകയ്ക്ക് ഉള്ളിലുള്ളവരെ ഇടവക കരുതുമ്പോൾ ഇടവകയ്ക്ക് പുറത്തുള്ള എല്ലാവരെയും കരുതുവാൻ യൂത്ത് അസോസിയേഷൻ കാണിക്കുന്ന നല്ല ഒരു മനസ്ഥിതിയുണ്ട്. ഈ ഒരു ടോപ്പിക്കിന്റെ പ്രസന്റേഷൻ രീതിയാണെങ്കിൽ പോലും അതും മറ്റുള്ളവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ചെയ്യുവാനായിട്ട് കാണിച്ചതായ ഒരു നല്ല മനസ്ഥിതി, അതിനെ യൂത്ത് അസോസിയേഷനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇന്നേ ദിവസം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട ഡോക്ടർ ജയചന്ദ്രൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ മെറീന, ഇവരോടുള്ള നന്ദിയ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Thank you, doctor. Okay, bye. Good night. Bye.